Good morning. എന്തേ ആരും റെസ്പോണ്ട് ഒന്നും ഇല്ലാത്ത? ഗുഡ് മോർണിംഗ്. ടേൺ ഓൺ ചെയ്തോ? മൈക്ക് ടേൺ ഓൺ ചെയ്ത് ഗുഡ് മോർണിംഗ് ഒക്കെ പറയട്ടാ. പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ ഒരു സബ്ജക്ട് എന്താണ് പഠിക്കാൻ വേണ്ടി വന്നിരിക്കണാണ്. അപ്പൊ മടിയോ കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. പോരട്ടെ. ബ്രഹ്മതേജസിനെ കിട്ടിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് കിട്ടിയിട്ടുണ്ട്. വേറെ ഒരാളും കൂടി ഉണ്ട്. എന്താ പേര്? അൻഷിഫ്. ബാക്കി എല്ലാരും എന്താ പരിപാടി? പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതന്നല്ലേ? വെറുതെ ടൈം പാസിന് കയറിയല്ലോ അല്ലേ? ടൈം പാസിന് കയറി ആരെങ്കിലും ഉണ്ടോ അവിടെ? വെറുതെ ഇരിക്കല്ലേ, ഒരു 10 മണിയായില്ലേ? വെറുതെ എന്ത് ചെയ്യാം, ഒരു ക്ലാസ് കേട്ട് എഴുന്നിട്ട് കയറി ആരുമില്ലല്ലോ? ഇല്ല. അപ്പോ അർച്ചന ഗുഡ് മോർണിംഗ്. ഓക്കെ, റൈറ്റ്, ഗുഡ് മോർണിംഗ്. നമ്മള് ആദ്യം ഞാൻ പരിചയപ്പെടുത്താം. എന്നാ ക്ലാസ്സിലായാലും ഏതെങ്കിലും ക്ലാസ്സിൽ ഇരുന്ന ആൾക്കാരും ഉണ്ടോ? ചാൻസ് വളരെ കുറവ്, റെയർ ആയിരിക്കും. ആരെങ്കിലും ഉണ്ട് എന്റെ ക്ലാസ് മുൻപ് അറ്റൻഡ് ചെയ്ത്? ആരുമില്ല. സമാധാനം. ഫ്രഷ് ആയി തുടങ്ങാം. എന്റെ പേര് വിപിൻ എന്നാണ്. അതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പരിചയപ്പെടുത്താം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ, IANT എന്ന് പറയും. കണ്ണൂരിലാണ്. 2011 സ്റ്റാർട്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. എന്താ നമ്മുടെ നേച്ചർ ഓഫ് ബിസിനസ്, അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ അവിടെ ചെയ്യുന്നത് വെച്ചാല്, നമ്മുടെ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് ഉണ്ടാവില്ലേ, നിങ്ങളുടെ GST ആയിക്കോട്ടെ, അല്ലെങ്കിൽ UAE വാല്യൂ ആഡഡ് ടാക്സേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതേപോലെ തരത്തിലുള്ള അക്കൗണ്ടിങ്ങിന്റെ എന്ത് ചെയ്യുന്നു, പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പോഷർ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് 2011. ഞാനല്ല സ്റ്റാർട്ട് ചെയ്തത്, എന്റെ ഒരു സാറാണ്, സുനിൽ എന്ന് പറയുന്ന ഒരു സാറാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് 2011 to 2023-24 വരെ എന്ത് ചെയ്തു, സാറ് റൺ ചെയ്യുന്നുണ്ടായി. ഇപ്പോ സാറുണ്ട്. അതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു, ഞാനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കയറുന്നു മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, CMA എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് കൂടി എന്ത് ചെയ്യുന്നു, ഇതിനകത്തേക്ക് ആഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു. കൂടെ UAE-യിലുള്ള നിലവിൽ ഇപ്പൊ ആപ്ലിക്കബിൾ ആയിരിക്കണം UAE-യുടെ VAT, കോർപ്പറേറ്റ് ടാക്സ്, IFRS അങ്ങനെ പറഞ്ഞിട്ട് ഒരു കോഴ്സിന്റെ ഒരു ചെയിൻ ഉണ്ട്. ആ ബ്ലോക്ക് ഓഫ് ചെയിനും കൂടി എന്ത് ചെയ്യുന്നു, നിങ്ങള് ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. റൈറ്റ്. അപ്പം IIT എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം CMA എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്, CMA എന്ന് പറഞ്ഞ സബ്ജക്ട് എന്താണ്, ഫ്രഷർ ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2019 ക്വാളിഫൈഡ് ആയ കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. സോ അതിനുശേഷം ഇങ്ങോട്ടേക്ക് 2000 അറൌണ്ട് ഒരു 5 years ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ചോദിച്ചത്, കുറച്ച് പേര് ആരെങ്കിലും പേരൊക്കെ കേട്ടിട്ടുണ്ടോന്ന്. കേട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഇനി അങ്ങോട്ട് പരിചയപ്പെടാം. എന്റെ പേര് വിപിൻ എന്നാണ്. എന്റെ സ്വദേശം കണ്ണൂരാണ്. കണ്ണൂർ ഇരിട്ടി എന്ന് പറയും. ഇരിട്ടി ആറളത്താണ്. ഞാനും പഠിച്ചത്, ഇന്റർമീഡിയറ്റ് പഠിച്ചത് എറണാകുളത്താണ്. അതിനുശേഷം ഫൈനൽ സ്വന്തമായിട്ട് പഠിച്ചു. സെൽഫ് സ്റ്റഡി ആയിരുന്നു. അങ്ങനെ 2019 ക്വാളിഫൈഡ് ആയിട്ട് നേരെ UAE ഒരു കമ്പനിയിൽ എന്ത് ചെയ്തു, ഓഡിറ്റർ ആയിട്ട് ഇപ്പൊ ജോലി ചെയ്യുന്നു. അറൌണ്ട് 5 years. ഞാൻ പറഞ്ഞു 19 ക്വാളിഫൈഡ് ആയ വർഷം തന്നെ, അതായത് വിത്തിൻ ഒരു ആഴ്ചയുടെ ഗ്യാപ്പിൽ എനിക്ക് എന്ത് ജോബ് കിട്ടിയിട്ടുണ്ടായി. ഞാൻ നേരെ ഇവിടെ വന്നു, ഇപ്പൊ ജോലി ചെയ്യുന്നു. വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. ആ സമയം തൊട്ട് എന്താണ്, ടീച്ചിങ് ഫീൽഡിൽ ഉണ്ട്. പക്ഷെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് അങ്ങനെ കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നില്ല. കാരണം എന്റെ ധാരണ എന്ന് പറയുന്നത്, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ആ ടൈമിൽ 2019 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ ധാരണ എന്ന് പറയുന്നത് ഇതൊരു തിയറി പേപ്പർ ആയിരുന്നു എന്നുള്ളൊരു ധാരണ. കാരണം തിയറി പേപ്പർ പഠിപ്പിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എടുത്തിട്ടുണ്ട്, ബിസിനസ് വാല്യുവേഷൻ, നിങ്ങളുടെ ഫൈനലിന് പഠിക്കാൻ, നിങ്ങളുടെ എല്ലാം നമ്മുടെ ഫൈനലിന് പഠിക്കാനുള്ള ബിസിനസ് വാല്യുവേഷൻ, പിന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, കാസ്റ്റ് അക്കൗണ്ടിങ്, അങ്ങനെയുള്ള സബ്ജക്ട്സുകളൊക്കെ എന്തുണ്ട്, ഹാൻഡിൽ ചെയ്യാറുണ്ട്. അപ്പോ അതൊക്കെയാണ് നമ്മുടെ കോർ ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇനി വരുന്ന സെഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിന്റെ കൂടെ ഓഡിറ്റിംഗ് കൂടി പഠിപ്പിക്കാന്ന് കരുതി. ഓഡിറ്റിംഗ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട് ചൂസ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ, ഞാൻ ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഓഡിറ്റിംഗ് ആണ്. ഒരു കമ്പനി ഉണ്ട്, സെയിന്റ് ഗോബൈൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കമ്പനി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. സെയിന്റ് ഗോബൈൻ ഗ്ലാസസ് എന്ന് പറയും. മാനുഫാക്ചറിങ് ആർക്കിടെക്ചറൽ ഗ്ലാസസ് മാനുഫാക്ചറിംഗ് കമ്പനീസ് ആണ്. അപ്പോൾ ആ കമ്പനിയുടെ ഇന്റേൺസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഓഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് കൂടാതെ അതിന് മുൻപ് എന്ത് ചെയ്യുന്നു, എക്സ്റ്റേണൽ ഓഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എന്താണ് പരിപാടി എന്നുള്ള കാര്യം, ആ ഒരു കോർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഏരിയയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറച്ചുകൂടി ഐഡിയ കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു ധാരണയിലാണ് എന്ത് ചെയ്തത്, ഓഡിറ്റിംഗ് കൂടി നിങ്ങളെ കൈവെക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിൽക്കണം. അപ്പോ നമ്മളെല്ലാരും ഇന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഏതെങ്കിലും ഗ്രൂപ്പ് എക്സാം എഴുതിയതാണോ? CMA-യുടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പിലെ സബ്ജക്റ്റ് ആണ്. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് തന്നെ ഓൾറെഡി എക്സാം എഴുതി അറ്റൻഡ് ചെയ്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? സംസാരിച്ചോ ധൈര്യത്തില്? ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് വിളിക്കാം, അപ്പൊ ധൈര്യത്തിൽ അവർ പറയും. അതിലെ പറയടാ, അതിലെ ഏതാ എക്സാം എഴുതി, ഇപ്പൊ ഏതെങ്കിലും ഗ്രൂപ്പ് എക്സാം എഴുതുന്നു? ഫസ്റ്റ് ഗ്രൂപ്പ് അൻഷിത്, അടിപൊളി, ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോ അൻഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അക്കൗണ്ടൻസി പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല അല്ലെ?
നമുക്ക് അൻഷിദിനോട് അത്യാവശ്യം ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, കാരണം അവൻ അറിയാം പരിപാടി എന്താന്ന് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു മാഗ്നിറ്റ്യൂഡ് മനസ്സിലായിട്ടാണ് ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്തിട്ടുള്ളത് അല്ലെ. വേറെ ആരെങ്കിലും ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ട് രണ്ടാമത്തെ ഗ്രൂപ്പിൽ വെറുതെ ഒന്ന് സാർ എക്സാം എഴുതിയിട്ടുള്ളൂ ക്ലിയർ ആയിട്ടില്ല, റൈറ്റ്? മതി, എക്സാം എഴുതിയിട്ടുള്ളൂ മതിയടാ. എക്സാം എഴുതിയ നമ്മൾക്ക് എക്സ്പീരിയൻസ് കിട്ടിയല്ലോ, എന്താ സബ്ജക്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ, റിസൾട്ട് കിട്ടും, ടെൻഷൻ ആവൊന്നും വേണ്ട. റിസൾട്ട് അല്ലേ, 4 പേപ്പറല്ലേ, 200 മാർക്കല്ലേ, ഇങ്ങനെയൊക്കെ വന്നു കയറും, ടെൻഷൻ ആവൊന്നും വേണ്ട. അപ്പൊ ഞാൻ ചോദിക്കാനുള്ള കാരണം വെച്ചാല് സബ്ജക്ട് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പൊ 21 ആളെ ക്ലാസ്സിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ 21 ആൾക്കാർ ചിലപ്പോൾ ഓൾറെഡി ഓഡിറ്റിംഗ് പഠിച്ച ആൾക്കാരുണ്ട് അതിനകത്ത്. ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി കയറിയ ആൾക്കാരുണ്ടാവും. രണ്ടാമത്തെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ധാരണയില്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ബേസിക് നോളജ് മാത്രമുള്ള ആൾക്കാരുണ്ടാവും. നമ്മളൊക്കെ കരുതിയിരിക്കുന്നതും തിയറി പേപ്പർ ആണെന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇതുവരെ നിന്നിട്ടുണ്ടായത്. ഞാനൊക്കെ എങ്ങനെയായിരുന്നു കേട്ടോ, ക്വാളിഫൈഡ് ആകുന്ന വരെ ഞാൻ തിയറി പേപ്പർ ആണ്, ഇത് എന്ത് എക്സാമിന് ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് പഠിക്കാന്നുള്ള ധാരണയിൽ നിന്നുണ്ട്. പക്ഷെ കമ്പനി അക്കൗണ്ട്സ് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള പരിപാടിയായിരുന്നു, കാരണം നമുക്ക് ഫൈനലൈസേഷൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോ ഇതെന്ന് പറയുന്നത് ഓഡിറ്റിംഗ് എന്ന് പറയുന്നതും എന്തല്ല, ഒരു തിയറി പേപ്പർ അല്ല. ആക്ച്വലി കമ്മിങ് ടു പിക്ചർ റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഒരു തിയറി പേപ്പർ അല്ല, സിലബസിൽ തിയറി ആയിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ ആ എന്താണ് ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു ബേസ് അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആരെങ്കിലും ഈ ക്ലാസ്സിനകത്ത് ഓഡിറ്റിംഗ് ഇതുവരെ അറ്റൻഡ് ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഓഡിറ്റിംഗിന് ഇതുവരെ പോയിട്ടുണ്ടോ? ബാങ്ക് ഓഡിറ്റോ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റോ അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റിന്റെ ഭാഗമായിട്ടോ ഒരാളെങ്കിലും ഓഡിറ്റിന് പോയ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഓഡിറ്റിന് പോയത്? ആരെങ്കിലും ഉണ്ടോ? ബ്രഹ്മദേശ ഉണ്ടോ? ഓഡിറ്റിങ്ങിന് പോയിട്ടുണ്ടോ? നോ, ആദ്യം പോയിട്ടില്ല പറഞ്ഞു. ബാക്കിയുള്ളവരോ? ബ്രഹ്മദേശം പോയില്ല. അപ്പൊ എല്ലാരും എന്ത് ചെയ്യുന്നു, നമുക്ക് ബുക്കിൽ മാത്രം അല്ലെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് മനസ്സിലൊരു പിക്ചർ ഉണ്ട് അല്ലെ, ഓഡിറ്റർ എന്ന് പറഞ്ഞ വലിയൊരു ആചാനബാഹുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ വന്നിട്ട് ഞങ്ങളെ ചൂടാക്കുന്നു, അല്ലെങ്കിൽ നമ്മളോട് ഡോക്യുമെന്റ്സ് ചോദിക്കുന്നു, അതല്ല ഇതല്ല ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. അതില് 2 തിയറീസ് ഉണ്ട്. 2 തിയറീസ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റിംഗ് പഠിക്കുന്നതിന് മുമ്പ് എന്താ ഓഡിറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് പ്രാക്ടിക്കൽ നടക്കുന്നുള്ളത് നമുക്കറിയണം. 2 തിയറി എന്ന് പറയുന്നത് ഒന്ന് ആൾഡ് തിയറിയാണ്, അതായത് ബ്രോഡർ കോൺസെപ്റ്റ് എന്ന് പറയും. രണ്ടാമത് നാരോ കോൺസെപ്റ്റും ബ്രോഡർ കോൺസെപ്റ്റും. നാരോ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ചെറിയ, അതായത് നാരോ എന്ന് വെച്ചാൽ എന്താ, വിഡ്ത്ത് കുറഞ്ഞ അല്ലെങ്കിൽ സ്മോൾ ആയിട്ടുള്ള എന്ന് പറയും. അപ്പം നാരോ കോൺസെപ്റ്റ് എന്താ പറഞ്ഞു വെച്ചാല്, അല്ലെങ്കിൽ നോർമൽ കോൺസെപ്റ്റ് ഇന്റൻഷൻ എന്താ വെച്ചാൽ ആൻസൺ പീരീഡിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതായത് നമ്മുടെ ഈജിപ്ഷ്യൻസ് ഒക്കെയാണ് 3200 AD എങ്ങനെയാണ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ ആദ്യമായിട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്തത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ നാരോ കോൺസെപ്റ്റിനെ ബേസിലാണ് നമ്മൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി. നമ്മൾ ഒരു സ്ഥാപനത്തിൽ പോകും, അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, അവരവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ വെച്ചിട്ടുണ്ടാവും. അതാ പ്രശ്നമായി. എന്താ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, എന്തൊക്കെ ചേർന്നാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? എന്തൊക്കെ ചേർന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? ദേവാനന്ദ് പറയട മോനെ, എന്തൊക്കെ ചേർന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താ ചേർന്നതാണ് എന്ന് പറയാൻ ആണ് ചോദിച്ചത്. അറിയോ ആർക്കേലും? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയാത്ത ആരുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞുതരാം എന്താ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ. അല്ലെങ്കിൽ എന്തൊക്കെ ചേർന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ടോ? പോട്ടെ, എന്താ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ടോ? ഒരാൾ ആൻസർ പറഞ്ഞേ, ഒന്ന് വായിച്ചു നോക്കാം. ആദ്യം പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട് വരുന്നുണ്ട്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കമ്പനിയുടെ റവന്യൂ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാനുണ്ട്, ആരൊക്കെ എന്തൊക്കെ തരാനുണ്ട്, എത്ര എന്റെ അസറ്റ്സ് കിടപ്പുണ്ട്, എത്ര ക്യാഷും ബാങ്ക് വാല്യൂ കിടപ്പുണ്ട്. പിന്നെ പറഞ്ഞു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ക്യാഷിന്റെ മൂവ്മെന്റ് എങ്ങനെയൊക്കെ വന്നിരിക്കണം, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലൂടെയാണോ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലൂടെയാണോ, അല്ലെങ്കിൽ ഫിനാൻസിങ് ആക്ടിവിറ്റിയിലൂടെ എന്തൊക്കെ മൂവ്മെന്റുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി കേട്ടോ. ഒരാളൂടെ ഉണ്ട് ഇതിനകത്ത് ബാക്കി. 3 ആളല്ല, ഇവർ 4 ആൾക്കാരാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ആ 4ാമത്തെ ആളുടെ പേര് ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയോ? 4ാമത്തെ ഒരാളുണ്ട്, ആ 4ാമത്തെ ആളുടെ പേര് അറിയോ? നോട്ട്സ് ടു അക്കൗണ്ട് ഇസ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം എന്നാണ് ഓഡിറ്റിംഗിൽ നമ്മൾ വിളിക്കുക.
അതില് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് P&L അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിളിക്കുന്ന പേര് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം. നിങ്ങളുടെ ബാലൻസ് ഷീറ്റിനെ വിളിക്കുന്ന പേര് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ദെൻ നിങ്ങളുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. പിന്നെ ഒരാളും കൂടി ഉണ്ട്, ഒരാൾ ചേഞ്ച് ഇൻ ഇക്വിറ്റി. കറക്റ്റ് ആണ്, സിദ്ധാന്തം പറഞ്ഞ കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ചേഞ്ച് ഇൻ ഇക്വിറ്റി. എന്താ ചേഞ്ച് ഇൻ ഇക്വിറ്റി എന്ന് വെച്ചാല്? റൈറ്റ്, അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഓരോന്ന് എന്താണ് പറഞ്ഞു കേട്ടോ, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനകത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഓഡിറ്റിങ്ങിന്റെ പേർപ്പസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ആദ്യം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെറുതായിട്ട് നമ്മൾ സബ്ജക്റ്റിലേക്ക് ഒന്ന് കടക്കാണ് കേട്ടോ, ഒന്ന് തോന്നരുത്, പെട്ടെന്ന് കടക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു ഏരിയ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കിടക്കാം. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ഒതുക്കി വെക്കാം. നമ്മള് ഇപ്പം എന്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത വർഷം എന്ന് പറയുന്നത് എന്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത വർഷം എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ എന്റെ ഫിനാൻഷ്യൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാല് 1/4/2023 തൊട്ട് 31/3/2024 വരെയുള്ള സാമ്പത്തിക വർഷമാണെന്ന് കരുതുക. എന്തായത് ഈ ഫിനാൻഷ്യൽ ഇയർ. ഞാനൊരു സാധാരണ ട്രേഡിംഗ് ആൾക്കാരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു, എന്റെ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നു, ഞാൻ ഈ പ്രോഡക്റ്റ് വിൽക്കണം. ഈ ഒരു ബിസിനസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഏപ്രിൽ 1-ാം തീയതി 2023 ഏപ്രിൽ 1-ാം തീയതി മുതൽ 31/3/2024 വരെ എന്ത് ചെയ്യുന്നു, ഈ ഗുഡ്സ് ഇങ്ങനെ വാങ്ങിക്കും, അത് കസ്റ്റമർക്ക് വിൽക്കും. അപ്പൊ എന്ത് ചെയ്യും, എനിക്ക് ധാരാളമായിട്ട് ഇൻകം ജനറേറ്റ് ആവും. എന്താ ഇൻകം എന്ന് വെച്ചാല് സെയിൽസ് ജനറേറ്റ് ആവും, പ്രോഫിറ്റ് അല്ല കേട്ടോ, സെയിൽസ് ജനറേറ്റ് ആകും. അതിനകത്ത് ആരുണ്ടാവും, എന്റെ എക്സ്പെൻസുകൾ ഉണ്ടാവും. അത് ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാകാം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവാം. അങ്ങനെയുള്ള റവന്യൂവിനകത്ത് ഡയറക്റ്റ് എക്സ്പെൻസ് കിഴിക്കും, അത് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അതിനകത്ത് നിന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ കിഴിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു സാമ്പത്തിക വർഷം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പീരീഡ് എന്ന് വിളിക്കട്ടോ, എന്താ വിളിക്കുന്ന പേര്, ഫിനാൻഷ്യൽ പീരീഡ്. ആ ഒരു ഫിനാൻഷ്യൽ പീരീഡില് അവരെന്ത് ഇൻകം ഏൺ ചെയ്തു അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്ര ഏൺ ചെയ്തു എന്നെങ്കിൽ പ്രോഫിറ്റബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി ആരെ യൂസ് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ യൂസ് ചെയ്യും അല്ലെ. നമ്മളൊരു സാമ്പത്തിക വർഷം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം ഇൻകം, അതായത് എനിക്കറിയണം ഈ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് എനിക്ക് എത്ര രൂപയുടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും, സ്റ്റേറ്റ്മെന്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം. അതിൽ തന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് എന്തൊക്കെ ചേർന്നിരിക്കണതാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞത്. ആദ്യം ആരുണ്ടാവും ഇവിടെ, ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാവോ, ഉണ്ടാവില്ലേ? കാരണം ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് മാത്രം പറയും, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ് അതിന്റെ കറക്റ്റ് വേർഡ് കേട്ടോ. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താ, ഞങ്ങളുടെ ഡയറക്റ്റ് ഇൻകംസ് ഇവിടെ വരണം, ഡയറക്റ്റ് എക്സ്പെൻസ് ഇവിടെ വരണം, ഡെബിറ്റ് സൈഡിൽ വരണം. എന്നിട്ട് ഞങ്ങൾ ആരെ ഡിറൈവ് ചെയ്യും, ഗ്രോസ് പ്രോഫിറ്റിനെ ഡിറൈവ് ചെയ്യും. അപ്പൊ ഈ ഒരു പോർഷൻ ഇല്ലേ, നമ്മൾ P&L അക്കൗണ്ട് വിളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു പോർഷൻ വിളിക്കുന്ന പേരെന്താ അറിയോ, എന്താ വിളിക്കുക, എന്തുട്ടാ വിളിക്കുക, ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് വിളിക്കും. എന്നിട്ട് ഈ ഗ്രോസ് പ്രോഫിറ്റിനകത്തുനിന്ന് ഞങ്ങൾക്ക് എന്തുണ്ടാവും, ഓവർ ഹെഡ്സ് അഥവാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഉണ്ടാവും. അതായത് ബിസിനസ് നടത്താൻ വേണ്ടി ഉണ്ടായ എക്സ്പെൻസ് തന്നെയാണ്, പക്ഷെ ഇതില്ല എന്നുണ്ടെങ്കിൽ എന്ത് നടക്കും, ബിസിനസ് നടക്കും. അതായത് ഈ ഒരു പെർട്ടിക്കുലർ കോസ്റ്റ് ഇൻക്വയറി ചെയ്തിരിക്കുന്നത് ഫോർ ദ പർപ്പസ് എക്സ്ക്ലൂസീവ്ലി നോട്ട് ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡിംഗ് ആക്ടിവിറ്റി. എന്റെ ട്രേഡിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടല്ല. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിലെ സ്റ്റാഫിന് സാലറി കൊടുക്കുന്നു, ഓഫീസ് സ്പേസിന് വേണ്ടിയുള്ള റെന്റൽ കൊടുക്കുന്നു, ഓഫീസിൽ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കുടിവെള്ളമൊക്കെ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ പാൻട്രിയിലേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നു, വണ്ടികൾ ഉണ്ടാകും ഓഫീസിന്റെ കോമൺ പർപ്പസിന്, അവിടെയൊക്കെ ന്യൂസ് പേപ്പർ ഒക്കെ വരുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്രിസിയേഷൻ അങ്ങനെയുള്ള എക്സ്പെൻസുകളൊക്കെ എന്തായിരിക്കും, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. സോ ഈ ഗ്രോസ് പ്രോഫിറ്റിനകത്തുനിന്ന് എന്റെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കിഴിച്ചിട്ട് കിട്ടുന്ന എമൗണ്ട് ഞങ്ങൾ എന്തെന്ന് വിളിക്കും, നെറ്റ് പ്രോഫിറ്റ്. ചിലപ്പോൾ സംബന്ധം എന്തായിരിക്കും, നെറ്റ് ലോസിലാക്കും. അപ്പൊ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്താ പറയാൻ വേണ്ടി പോകുന്നത്, എന്റെ കമ്പനിയുടെ വരുമാനം എത്രയാണ്, എന്റെ കമ്പനിക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്ര സംഭവിച്ചിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്, അതിനകത്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കിഴിച്ചു കഴിയുമ്പോൾ എന്റെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് എന്ത് ചെയ്യും, എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്റെ കമ്പനി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ലാഭം എത്ര ഉണ്ടാക്കി അല്ലെങ്കിൽ നഷ്ടമാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ആരെ പ്രിപ്പയർ ചെയ്യും,
ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും വരും, പ്രിപ്പയർ ചെയ്യും. അപ്പം ഇതും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നിങ്ങളുടെ ഫിനാൻഷ്യൽസ് അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതും കൂടി എന്ത് ചെയ്യണം, ഇതിനകത്ത് ഉൾപ്പെടണം. കമ്പനി എത്ര ലാഭം ഉണ്ടാക്കി എന്നുള്ളത് എന്ത് ചെയ്യണം, നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത്തത് ലാഭം ഉണ്ടാക്കി എന്ന് പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ കുറെ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് പറയുന്നത് കൊണ്ട് കമ്പനി എന്താവണമെന്നില്ല, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രോങ് ആവണമെന്നില്ല. ഞാനൊരു കാര്യം പറയാം, എനിക്ക് നിങ്ങളൊരു അസ്യൂം ചെയ്ത് എനിക്ക് ഒരു 5 ലക്ഷം രൂപ നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടുന്നുണ്ട്, സാലറി കിട്ടുന്നുണ്ടെന്ന് കരുതാം. ഒരു മാസം ഒരു 5 ലക്ഷം രൂപ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് സാലറി കിട്ടുന്നു. അങ്ങനെ 5 ലക്ഷം രൂപ സാലറി എന്ന് പറഞ്ഞത് നമ്മുടെ പേഴ്സണലി പറയാന്നുണ്ടെങ്കിൽ 5 ലക്ഷം ഇൻകം ഉണ്ട്, പക്ഷെ 10 ലക്ഷം ഇവിടെ ബാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 ലക്ഷം ഇൻകം എന്ത് ചെയ്യുന്നു, നമ്മള് എക്സ്പെൻസ് ഔട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ റോങ് ആയിട്ട് ഇൻവെസ്റ്റ്, ഇപ്പൊ ഞാൻ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്റെ ഫണ്ട് അവിടെ ലൂസ് ആവുന്നുണ്ടെങ്കിൽ, ലൂപ്പായി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് കടം കൊടുത്തിരിക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യുന്നു, തിരിച്ചു കിട്ടുന്നില്ല, ആ ഒരു സിറ്റുവേഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, എന്നെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു ഘടകം മാത്രമാണ്. പക്ഷെ നമുക്ക് എന്തുകൂടി അറിയണം, എന്റെ കമ്പനിയിൽ വേണ്ടത്ര ആസ്തികളുണ്ടോ, എന്താ ആസ്തികള്, അസറ്റുകൾ ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് കിട്ടാനുള്ള എമൗണ്ട് കൊടുത്തിട്ട് എനിക്ക്, അതായത് നെക്സ്റ്റ് 1 ഇയറിലേക്ക് എനിക്ക് കിട്ടാനുള്ള എമൗണ്ട് ഉണ്ടാകും, ആ കിട്ടാനുള്ള എമൗണ്ട് വെച്ചിട്ട് നെക്സ്റ്റ് 1 ഇയറിലേക്ക് കൊടുക്കാനുള്ള ലയബിലിറ്റീസ് എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യണം. അതിനൊക്കെയാണ് വിളിക്കുക, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിക്കുന്ന സമയത്ത് സോൾവൻസി റേഷ്യോ എന്ന് പറയുന്ന ഒരു ഏരിയ പഠിക്കാനുണ്ട്. പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? FMO പഠിച്ചിട്ടുണ്ടോ? FMO പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? FMO പഠിച്ചിട്ടുണ്ടോ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പഠിച്ചവരോടൊന്ന് നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം. യെസ്, പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞ റേഷ്യോ ഉണ്ട്, പഠിക്കാനുണ്ട് അല്ലെ. സോൾവൻസി തന്നെ 2 തരത്തിലുള്ള സോൾവൻസി ഉണ്ട്, ഒന്ന് ഷോർട്ട് ടേം സോൾവൻസിയും 2 ലോങ് ടേം സോൾവൻസിയും. ഷോർട്ട് ടേം സോൾവൻസി എന്ന് പറഞ്ഞാല് എന്റെ 1 ഇയർ അല്ലെങ്കിൽ ഒരു ബിസിനസ് സൈക്കിളിനകത്ത് വരുന്ന ലയബിലിറ്റികളെ ഒരു ബിസിനസ് സൈക്കിളിനകത്ത് വരുന്ന അസറ്റുകൾക്കുണ്ട്. എന്തൊക്കെയാ ലയബിലിറ്റി? സപ്ലയർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ സ്റ്റാഫിന് എന്തെങ്കിലും സാലറി കൊടുക്കാനൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്റെ കറണ്ട് ലയബിലിറ്റി ആണ്. ആ കറണ്ട് ലയബിലിറ്റികളെ കറണ്ട് അസറ്റ് കൊണ്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ലോങ് ടൈം ലയബിലിറ്റീസ് ഉണ്ട്, ഒരു 5 വർഷം കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട, അല്ലെങ്കിൽ 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട ലയബിലിറ്റീസ് ഉണ്ട്. അത് എന്റെ ലോങ് ടേം അസറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അങ്ങനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കും? ഇപ്പോ എനിക്ക് ഒരാഴ്ച നെക്സ്റ്റ് വീക്കിൽ എനിക്ക് എന്ത് ചെയ്യേണ്ടത്, 1 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്, പക്ഷെ കിട്ടാൻ വേണ്ടി എത്രയേ ഉള്ളൂ, 29,000 രൂപയെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്റെ കമ്പനി സോൾവെന്റ് ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ സോൾവെന്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? എടാ, അടുത്ത ആഴ്ച ഞാൻ 1 ലക്ഷം രൂപ കൊടുക്കാനുള്ള ആളെന്ത് ചെയ്യും, അയാൾ എന്നോട് വിളിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, പൈസ എവിടെ ചോദിക്കും. അപ്പൊ എന്റെ എത്രയേ കൊടുക്കാനുണ്ടാകൂ, എന്റെ 20,000 കൊടുക്കാനുണ്ടാവും. അതേപോലെ തന്നെയാണ് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നാളെ കൊടുക്കാനുള്ള ബാധ്യതകൾക്ക് ഈക്വലന്റ് ആയിട്ടുള്ള അസറ്റ് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് കറണ്ട് അസറ്റുകൾ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആര് ഫേസ് ചെയ്യും? വർക്കിംഗ് ക്യാപിറ്റല് ഷോർട്ടേജ് ഫേസ് ചെയ്യില്ലേ? ഇല്ലേ? സാധനം മേടിക്കുക, പിന്നെ ഉള്ള പൈസയൊക്കെ ഇയാൾക്ക് എടുത്ത് കൊടുത്താൽ, അല്ലെങ്കിൽ കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവോ? എനിക്ക് മെറ്റീരിയൽ വാങ്ങിക്കാൻ ഇതുണ്ടാവോ? വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവോ? ഇല്ല. എനിക്ക് എംപ്ലോയീസിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു എക്സ്പെൻസ് വന്നു, അത് കൊടുക്കാൻ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവോ? ഇല്ല. മെറ്റീരിയൽ വാങ്ങിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്റെ ബിസിനസ് തന്നെ ബാധിക്കില്ലേ? ബാധിക്കും. അപ്പൊ അത്തരത്തില് ഞാൻ നോക്കട്ടെ മോനെ, റെഡി ആയാ? വീഡിയോ സ്റ്റക്ക് ആണ്. ഒറ്റ സെക്കൻഡ് ഞാൻ നോക്കട്ടെ. അല്ലേ? റൈറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഷോർട്ട് ടൈം ആയിട്ട് കൊടുക്കാനുള്ള ബാധ്യതകളെ ഷോർട്ട് ടൈം ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ആർക്കറിയണം? റിയൽ ഓണേഴ്സിന്, ഇൻവെസ്റ്റേഴ്സ്. കാരണം ഞാൻ ഈ എന്റെ കമ്പനി വിശ്വസിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിശ്വസിച്ചിട്ടായിരിക്കും പുറത്തുള്ള സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യും, ഹിൻഡാൽകോ എന്ന് പറഞ്ഞ കമ്പനി ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, HDFC ഹോൾഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടാറ്റ സ്റ്റീൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഇടിഞ്ഞോണ്ടിരിക്കുക. കാരണം എന്താ, ഞാൻ വിപ്രോയുടെ ഹോൾഡ് ചെയ്യുന്നുണ്ടായി. അപ്പൊ അത്തരത്തിൽ ഞങ്ങളുടെ ഷെയർസ് ഹോൾഡ്, ITC, SBI ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ നോക്കും. എന്താ നോക്കുക? ഈ കമ്പനിക്ക് വലിയ തരക്കേടില്ല, ഇത്ര കണ്ട ആസ്തിയുണ്ട്, ഇത്ര ബില്യന്റെ ആസ്തിയുണ്ട്, അല്ലെങ്കിൽ ട്രില്യന്റെ ആസ്തിയുണ്ട്, ഇവർക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ആവുന്നുണ്ട്,
ഇതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, പൈസ ഇറക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഷെയർസ് വാങ്ങിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതൊക്കെ വെരിഫൈ ചെയ്യേണ്ട ആവശ്യകതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരെ പ്രിപ്പയർ ചെയ്യും? ബാലൻസ് ഷീറ്റിനെ പ്രിപ്പയർ ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ചേഞ്ച് ഇൻ ഇക്വിറ്റി, ചേഞ്ച് ഇൻ ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പറയും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. എന്താ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ ഭയങ്കര കോമഡി ആയിട്ടാ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വെച്ചാല് നിങ്ങൾ പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം ഒക്കെ കമ്പനി അക്കൗണ്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ FM-ലും ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ? ഓപ്പണിംഗ് ക്യാഷിൽ നിന്ന് ക്ലോസിംഗ് ക്യാഷിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു മൂവ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓപ്പണിംഗ് ക്യാഷ് എന്ന് പറഞ്ഞത് 20 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ എന്റെ ക്ലോസിംഗ് ക്യാഷ് ചിലപ്പോൾ 18 ലക്ഷം ആയിരിക്കും. ഈ ഒരു മൂവ്മെന്റ് 2 ലക്ഷം രൂപയുടെ നെറ്റ് മൂവ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയൊക്കെയാണ് ഈ ക്യാഷിൽ മൂവ്മെന്റ് വന്നിരിക്കുന്നത്? 3 തരത്തിലുള്ള ആക്ടിവിറ്റിയിലൂടെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ക്യാഷിൽ മൂവ്മെന്റ്സ് ഉണ്ടാകാം. ഒന്നെന്ന് പറഞ്ഞത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ വന്നിരിക്കുന്ന മൂവ്മെന്റ്. എന്താ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി? ഡേ ടു ഡേ ബിസിനസ് നടത്തിയിട്ട് നിങ്ങൾക്ക് ക്യാഷ് വരികയും, അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റിയുടെ നിങ്ങൾക്ക് ക്യാഷ് വരികയും ക്യാഷ് പോവുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ആക്ടിവിറ്റി വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ഉണ്ട്. എന്താ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി? ഞങ്ങളുടെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഡിവിഡന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എമൗണ്ട് എന്ത് ചെയ്യും? ക്യാഷ് ഇങ്ങോട്ടേക്കും വരും, ക്യാഷ് എന്ത് ചെയ്യും? അതേപോലെ തന്നെ ബിസിനസ് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയും പോകും. അതേപോലെ മറ്റൊരു ആക്ടിവിറ്റിയാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞത്. നമ്മൾ ലോങ് ടേം അസറ്റിൽ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അതിനകത്തുള്ള റിട്ടേണും കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്യാഷിന്റെ മൂവ്മെന്റ് ഒക്കെ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ ആരെ പ്രിപ്പയർ ചെയ്യും? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. നാലാമത്തേതാണ് ചേഞ്ച് ഇൻ ഈക്വിറ്റി. അതായത് ഓണേഴ്സിന്റെ ഫണ്ട് ഉണ്ടാവും അല്ലെ. ഓണേഴ്സിന്റെ ഫണ്ടിനകത്ത് ഓപ്പണിംഗിൽ എത്രയായിരുന്നു? ഡയറക്ടേഴ്സ് എന്തെങ്കിലും കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ ലോൺ അക്കൗണ്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്പണിംഗിൽ എത്രയാണ്? ഈ വർഷം അവർ എത്ര രൂപ വിഡ്രോ ചെയ്തു, ഈ വർഷം നിങ്ങളുടെ പ്രോഫിറ്റ് എത്ര ഓണേഴ്സിലേക്ക് അലോട്ട് ചെയ്തു, എത്ര ഡിവിഡന്റ് കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്തു. അങ്ങനെ ആ ഓണറിന്റെ ഫണ്ടിനകത്ത് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് തമ്മിൽ എന്ത് മൂവ്മെന്റ് ഉണ്ടായി അതെന്ത് ചെയ്യുന്നു? അത് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ആരെ യൂസ് ചെയ്യുക? ചേഞ്ച് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഘടകത്തെ അല്ലെങ്കിൽ റിപ്പോർട്ടിങ്ങിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് 4 തരത്തിലുള്ള, അല്ലെങ്കിൽ ഈ 4 ഒക്കെ ചേർത്ത് നമ്മൾ എന്തുണ്ടാക്കും? ഞങ്ങള് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. എവിടെയാണ് ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഇപ്പോ എന്നോട് വിളിച്ചു പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങള് സാധാരണ നമ്മളിപ്പോ പറഞ്ഞ ഡയറക്ടേഴ്സും അല്ലെങ്കിൽ ബോർഡൊന്നും അല്ല അപ്പോയിന്റ് ചെയ്യുക. നമ്മൾ വലിയ വലിയ കമ്പനികളൊക്കെ ഉണ്ടാകാം. പക്ഷെ ഒരു ആവറേജ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് എന്ത് പറയും? ഒരു ലീഡ് വന്നു കഴിയുമ്പോൾ, ഒരു ബിസിനസ് ലീഡ് വന്നു കഴിയുമ്പോൾ നമ്മളോട് പറയണം, വിപിൻ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ പോയിട്ട് ക്ലയന്റിനെ ഒന്ന് നോക്കണം, റിവ്യൂ ചെയ്യാൻ വേണ്ടി പറയും. അപ്പൊ ഞാൻ പറയും ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം? റിവ്യൂ ചെയ്യാൻ വേണ്ടി രാവിലെ ബാഗൊക്കെ കോട്ടൊക്കെ ഇട്ട് ബാഗൊക്കെ തൂക്കിട്ട് എന്ത് ചെയ്യും? ക്ലയന്റിന്റെ ഓഫീസിൽ പോകും. ക്ലയന്റ് ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ഓണറുമായിട്ട് എന്ത് ചെയ്യും? ഒന്ന് സംസാരിക്കും. ഓണറായിട്ടൊന്ന് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എടുക്കും. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ നേച്ചർ ഓഫ് ബിസിനസ്, എന്താണ് നിങ്ങളുടെ ക്യാഷ് ഒക്കെ പൊസിഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അക്കൗണ്ടന്റ് ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള അക്കൗണ്ടന്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇന്റേണൽ കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്ന സെറ്റപ്പ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, സ്റ്റോക്കിന്റെ കൗണ്ട് പീരിയോഡിക്കലേക്ക് എടുക്കാറുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? അറിഞ്ഞു വെക്കും. അറിഞ്ഞു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? വരും റവന്യൂ പ്രോഫിറ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് ജസ്റ്റ് ഒരു ഓവറോൾ നോക്കിയിട്ട് നമ്മൾ പറയും, നമ്മൾ നേരെ തിരിച്ചെവിടേക്ക് വരും? ഓഫീസിലേക്ക് വരും. എന്നിട്ട് ഒരു ബില്ലങ്ങ് എഴുതി വെക്കും, ഒരു കൊട്ടേഷൻ എഴുതി വെക്കും. എന്താ കൊട്ടേഷൻ എന്ന് വെച്ചാല്, ഒരു 2 ലക്ഷം നിങ്ങളുടെ ഫിനാൻഷ്യൽസ് ഞങ്ങൾ എന്ത് ചെയ്യാം? ഓഡിറ്റ് ചെയ്ത് തരാം, കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെ കാര്യങ്ങൾ സ്കോപ്പ് ഓഡിറ്റ് ചെയ്യുന്നതിനകത്ത് എന്തൊക്കെ സ്കോപ്പിനകത്ത് വരുന്നുണ്ട്, എന്തൊക്കെ സ്കോപ്പിനകത്ത് വരില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഫീസ് ഒക്കെ കൂട്ടിയിട്ട് അവിടെ ഒരു കൊട്ടേഷൻ അയച്ചു കൊടുക്കും. അപ്പൊ അവർ പറയും, ആ ഓക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വന്നിട്ട് ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരാളെയും കൂടി കൂട്ടും. ആ വിളിക്കൂട്ടുന്ന ആളുടെ പേരാണ് ആർട്ടിക്കിൾ എന്ന് വിളിക്കും. എന്താ പേര്? ആർട്ടിക്കിൾസ്. നമ്മുടെ നാട്ടില് CA-യുടെ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ CMA-യുടെ ഇന്റർമീഡിയറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മാൻഡേറ്ററി ആയിട്ട് 1.5 years ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണ്ടേ? ഇപ്പൊ ആരെങ്കിലും ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ട്രെയിനിങ്ങിന് പോകുന്ന അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന് പോകുന്ന ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? മക്കളെ സംസാരിക്കടാ. ഇല്ല, ആദ്യം പോകുന്നില്ല പറഞ്ഞു. നോ. അപ്പോ
നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ പോകേണ്ട വെച്ചാൽ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പോകാണ്ട്. അപ്പോൾ ഒരാളെ കീഴിൽ പോയിട്ട് നിങ്ങൾ നമ്മൾ പെടല്ല, കോമഡി ആയിട്ട് പറഞ്ഞാണ്. നമ്മൾ എന്ത് ചെയ്യും, ഒരു സീനിയർ ഉണ്ടാവും, ആ സീനിയറുടെ കീഴിൽ എന്ത് ചെയ്യും, നമ്മൾ പോയിട്ട് സാർ ഞാൻ നിങ്ങളുടെ അടിമക്കണ്ണാണ്, ഞാൻ എന്ത് ചെയ്തോളാം, നിങ്ങൾ തരുന്ന വർക്കൊക്കെ ചെയ്തോളാം എന്ന് പറയണം. 1.5 വർഷത്തേക്ക് നന്നായിട്ട് ക്രൂശിക്കുന്ന ഒരാളുടെ കീഴിൽ എന്ത് ചെയ്യുക, ട്രെയിനിങ്ങിന് പോകാം. ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. കാരണം എന്താ അറിയോ, അങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അവിടുന്ന് സകലമാന ഉഡായ്പകളും പഠിക്കാൻ വേണ്ടി പറ്റും. ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫീൽഡിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്ലയന്റ്, അതായത് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടന്റ് ആ ഇരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും അല്ലെ, നമ്മളൊരു കമ്പനി സ്ഥാപനത്തിൽ കയറി ചെല്ലുമ്പോൾ അക്കൗണ്ടന്റ് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. ആ മൈൻഡ് സെറ്റിന്റെ ഒരു ലെവൽ അപ്പിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റണം. അവൻ നമ്മളോട് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സാധനം ഇങ്ങോട്ടേക്ക് എടുത്ത് പറയുന്നുണ്ട്, സാർ ബാങ്ക് ഒക്കെ കറക്റ്റ് ആണെന്ന് ഇങ്ങോട്ടേക്ക് എടുത്ത് പറയാണ്, ബാങ്ക് ഒക്കെ കറക്റ്റ് ആണ്, PDC ഒക്കെ ഞാൻ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാർ എന്നോട് ഇങ്ങോട്ട് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സംശയിച്ചോ, ബാങ്കിൽ എന്തോ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ അവൻ എന്തോ അതിനകത്ത് ഒരു തരികിട നടത്തിയിട്ടുണ്ട്. പെറ്റി ക്യാഷ് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്യുന്നു, സാർ പെറ്റി ക്യാഷിന്റെ കൺഫർമേഷൻ റെഡി ആക്കിയിട്ടുണ്ട്, സൈൻ ആണ്, ഫിസിക്കലി വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അതിനകത്ത് എന്തുണ്ട്, പെറ്റി ക്യാഷിന്റെ ഉടായ്പ അതിനകത്ത് നടത്തിയിട്ടുണ്ട്. അസറ്റ് സ്കെഡ്യൂളിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് വന്ന് പറയും, സാർ എന്താണ് ഞാൻ അത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രോപ്പർ ആണ് കേട്ടോ, അധികം ചെക്ക് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള എവിടെയൊക്കെ ഇവേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് എവിടെയൊക്കെ, ഒരു ഓഡിറ്റർ എന്ന് പറയുന്ന പോയിന്റ് നിന്നിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അവന്റെ കണ്ണിലൊക്കെ പിടിക്കാൻ വേണ്ടി പറ്റണം. നീ ഇത്രയൊക്കെ ഉടായ്പ നീ ഒപ്പിക്കാനുള്ള വകുപ്പുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, കണ്ണിൽ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിൽ അല്ലെങ്കിൽ അവന്റെ കോൺഫിഡൻസിൽ പിടിക്കാൻ കിട്ടണം. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മൈൻഡ് വളർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള ഒരാളുടെ കീഴിൽ എന്ത് ചെയ്യണം, നമ്മൾ ആർട്ടിഫിഷ്യപ്പിന് പോകണം അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോകണം. വെറുതെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കമ്പനിയിൽ പോയി ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പാടില്ല. നല്ല ആളെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഇയാളുടെ കൂടെ നിന്നാൽ ഇവരെന്ത് ചെയ്യും, ഇവരുടെ കാര്യങ്ങൾ പോസിറ്റീവുള്ള വശങ്ങളൊക്കെ ഊറ്റിയെടുക്കാൻ പറ്റണം. അങ്ങനെ രീതിയിൽ എന്ത് ചെയ്യുക, ആർട്ടിഫിഷ്യപ്പിലേക്ക് പോവാ. ദാറ്റ്സ് കോൾഡ് ഡെറിവേറ്റീവ് എന്ന് വിളിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ പോകുന്നു, ക്ലയന്റിന്റെ അടുക്ക പോയിട്ട് എന്ത് ചെയ്യുന്നു, അവര് ഫയൽസ് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു, ട്രയൽ ബാലൻസ് എടുത്ത് മുമ്പിലേക്ക് വെക്കും. ട്രയൽ ബാലൻസ് എന്ന് വെച്ചാൽ എന്താ ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസ് അറിയില്ലേ, എന്താ ട്രയൽ ബാലൻസ്? ലെഡ്ജറിനകത്ത് ആ ഒരു സാമ്പത്തിക വർഷം എന്റെ ലെഡ്ജറിനകത്തുള്ള ബാലൻസുകളെ കംപ്ലീറ്റ്, ഡെബിറ്റ് ബാലൻസ് ഉണ്ടാകും, അതിനകത്ത് അസറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലെഡ്ജേഴ്സ് ഉണ്ടാകാം, ലയബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ലെഡ്ജേഴ്സ് ഉണ്ടാകാം, എക്സ്പെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ലെഡ്ജേഴ്സ് ഉണ്ടാകാം, ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള ലെഡ്ജേഴ്സ് എന്ത് ചെയ്യും, അതൊക്കെ ക്ലബ്ബ് ചെയ്തിട്ട് എല്ലാ ബാലൻസും ഇവിടെ കൊണ്ടിട്ട് വെക്കും. എന്റെ ട്രയൽ ബാലൻസിനകത്തേക്ക് കൊണ്ടേ പോസ്റ്റ് വെക്കും. ആ ട്രയൽ ബാലൻസ് എന്ത് ചെയ്യും, നമ്മുടെ ഇപ്പൊ ടാലി സോഫ്റ്റ്വെയർ അവിടെ എന്താണോ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് അതിനകത്ത് എന്ത് ചെയ്യും, നമുക്ക് പ്രിന്റ് ഔട്ട് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മള് അതിനകത്തുള്ള ഫൈനാൻഷ്യൽ അക്യൂറസി എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, എൻഷുർ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ ഒരു സ്കോപ്പ് മാത്രമേ എവിടെ ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ ഓൾഡ് തിയറിക്കകത്ത് അല്ലെങ്കിൽ നാരോ കോൺസെപ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. എന്താ തിയറി അതിനകത്ത് ഉണ്ടായിരുന്നത്? നാരോ കോൺസെപ്റ്റ് എന്താണ്, നമ്മൾ അവർ തന്നിരിക്കണം അല്ലെങ്കിൽ ക്ലയന്റ് തന്നിരിക്കുന്ന ഫൈനാൻഷ്യൽസ് നമ്മൾ റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്തിട്ട് അതിന്റെ ഒന്ന് ചെക്ക് ചെയ്യണം, അരിത്തമെറ്റിക്കൽ അക്യൂറസി നമ്മൾ നോക്കും. പിന്നെ തന്നിരിക്കുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈ ഒരു ഡോക്യുമെന്റ് ട്രൂ ആൻഡ് ഫെയർ ആണോ എന്നുള്ള കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ള പരിപാടി, അല്ലെങ്കിൽ അത് മാത്രമേ എപ്പോ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങളുടെ ഓൾഡ് പണ്ട് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നാരോ കോൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ഓഡിറ്റിന്റെ ഇൻക്ലൂഷനകത്ത് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് കുറച്ച് മാറി ഇപ്പൊ എന്ത് ചെയ്യുന്നു, മോഡേൺ തിയറിയിലേക്ക് വരുന്നു. മോഡേൺ തിയറി എന്ന് പറയുന്നത് ജസ്റ്റ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രം റിവ്യൂ ചെയ്യുകയല്ല, അതാണ് നമ്മുടെ സ്റ്റഡി മെറ്റ് അത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മോഡേൺ തിയറിക്കകത്ത് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്, ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ചോടോ എന്താണെന്നുള്ള കാര്യങ്ങൾ പറയാണ്. എവല്യൂഷൻ ഓഫ് അക്കൗണ്ടിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദ നാരോ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ മോഡേൺ പെർസ്പെക്റ്റീവ്. ഇതിനകത്ത് നാരോ പെർസ്പെക്റ്റീവിനകത്ത് പറയുന്നത് എന്താ വെച്ചാല്, യുഷ്മ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണമേ. ഓക്കെ, നാരോ പെർസ്പെക്റ്റീവിനകത്ത് പറഞ്ഞു വെച്ചാല് ഞങ്ങളുടെ ഇനീഷ്യൽ ഡേയ്സിൽ ഞങ്ങളുടെ എന്തായിരുന്നു, നമ്മുടെ purpose of audit എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, to check the arithmetical accuracy അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആൻഡ് ഫെയർ ആണോ എന്ന് പറയുക മാത്രമല്ല. അതായത് അവിടെ സ്കോപ്പ് എന്തായിരുന്നു, ലിമിറ്റഡ് ആയിരുന്നു. നേരെ മറിച്ചിട്ട് വൈഡർ കോൺസെപ്റ്റിലേക്ക് പറയുമ്പോൾ ഞങ്ങള് ഫൈനാൻഷ്യൽ ആക്ടിവിറ്റി, ഇതാ ഇവിടെ ബ്രോഡർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. ഈ ബ്രോഡർ കോൺസെപ്റ്റിലേക്ക് പറയാന്നുണ്ടെങ്കിൽ ഞങ്ങള് എന്തു മാത്രമല്ല റിവ്യൂ ചെയ്യുന്നത്, ഞങ്ങൾ സാധാ ഒരു ഫൈനാൻഷ്യൽസ് മാത്രമല്ല റിവ്യൂ ചെയ്യുന്നത്, അവിടെ നോൺ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് കൂടി, അതായത് നമ്മുടെ അവിടുത്തെ ബിസിനസിന്റെ എംപ്ലോയിയുടെ ടേൺ ഓവർ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കണം, എംപ്ലോയിയുടെ ബിഹേവിയർ നോക്കണം, അവിടെ എംപ്ലോയീസ് മൈൻഡ് സെറ്റ് കാര്യങ്ങൾ അനലൈസ് ചെയ്യണം, സ്റ്റഡി ചെയ്യണം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മള് ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു തിയറിക്കകത്ത് നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ ബ്രോഡർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഏരിയക്കകത്ത് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പറയുന്നുണ്ട്. അപ്പൊ നോട്ട് ഓൺലി ജസ്റ്റ് ഒരു സെക്കൻഡ്,
ക്യൂ ജോയിൻ ആവുന്നുണ്ട്. അപ്പൊ ഈ ഒരു പുതിയ തിയറിക്കകത്ത് നിങ്ങൾ ബ്രോഡർ പെർസ്പെക്റ്റീവിനകത്ത് നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്തുകൂടി വരുന്നുണ്ട്, നമുക്ക് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. അപ്പൊ ഓഡിറ്റിങ്ങിന്റെ സ്കോപ്പ് എന്ന് പറയുന്നുണ്ട് ഇൻക്രീസ് ആയി വരികയാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് മാത്രമല്ല നോൺ ഫിനാൻഷ്യൽ മാറ്റേഴ്സിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, കൈകടത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആര് തരുന്നുണ്ട്, ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു വൈഡർ സ്കോപ്പ് തരുന്നുണ്ട്. സോ പർപ്പസ് ഓഫ് ഓഡിറ്റ് അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നത് വെച്ചാല് നോട്ട് ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് എൻഷുറിംഗ് ദി അരിത്തമെറ്റിക്കൽ അക്യുറസി മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് എൻഷുർ ചെയ്ത് മാത്രമല്ല, നേരെ മറിച്ചിട്ട് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കമ്പനിയുടെ പെർഫോമൻസിന് ഫ്യൂച്ചർ പെർഫോമൻസിനെ ബാധിക്കുന്ന ഘടകം കൂടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പൊ ഓഡിറ്റ് ചെയ്യാറുണ്ട്. ദാറ്റ്സ് IT ഓഡിറ്റ് എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ, സിസ്റ്റം ഓഡിറ്റ്, ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പോ അതൊക്കെ ആ ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഹിയർ വി സ്റ്റാർട്ട് അവർ സബ്ജക്ട്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ മുൻപോട്ട് പോകാൻ വേണ്ടി പോവാണ്. എനിക്ക് ഒരാളെ നോട്ട് വായിക്കാൻ വേണ്ടി പോകണല്ലോ. ആരെ നോട്ട് വായിക്കാം? ഒരാള് വേണല്ലോ. ഞാൻ ഒരാളെ പിടിക്കാം. ആദിബി എന്ന് പറഞ്ഞ ഒരാളല്ലേ? ആദിബി മോനെ, എവിടെ വീട് പറഞ്ഞോ, നാടെവിടാ? പാലക്കാട്. പാലക്കാടാ? പാലക്കാട് എവിടെ? പാലക്കാട് വടക്കഞ്ചേരി എന്ന് പറയും. വടക്കാഞ്ചേരി അല്ലെ? ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, വളരെ സൂപ്പർ ആയിട്ട് പഠിക്കുന്ന സബ്ജക്ട്. ഇതൊന്നും ബൈഹാർട്ട് പഠിക്കാൻ വേണ്ടി ഒന്നുമില്ല, ജസ്റ്റ് മനസ്സിലേക്ക് ഇട്ടു വെച്ചാൽ മാത്രം മതി. വായിച്ചോ ആദ്യം ഒന്നാ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് വായിക്കോ. സാർ PDF അല്ലേ, സ്ക്രീനിലല്ലേ? ആ സ്ക്രീനിൽ ദ ടേം ഓഡിറ്റ് ഇത് കണ്ടോ? The term audit derived from the Latin word order, which means to listen explanations. എന്താ പറയുക, ഒഡിബിൾ ആയിരിക്കണം. അത് നമ്മുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്, ഒഡിബിൾ ആണോ എന്ന് ചോദിക്കാറില്ലേ? ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒഡിബിൾ ആണോ ചോദിക്കാറില്ലേ? എന്താ ഒഡിബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന് ചോദിക്കുന്നത് അല്ലെ? അതേപോലെ തന്നെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന വാക്കിനകത്തും പറഞ്ഞ എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കേൾക്കണം. എന്ത്? നമ്മളൊരു അക്കൗണ്ടന്റിനോട് ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങളുടെ ട്രാൻസാക്ഷൻ വാല്യൂ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അവര് എക്സ്പ്ലനേഷൻ തരും അല്ലെ? സാർ ഇന്നതുകൊണ്ടാണ് ബാങ്ക് റീകൺസിലേഷനകത്ത് ഇത്ര എമൗണ്ട് മിസ്മാച്ച് വന്നിരിക്കുന്നത്, അത് ഞാൻ എന്ത് ചെയ്യണം, ലിസൺ ചെയ്യണം. എന്താ ലിസൺ ചെയ്യേണ്ടത്? ലിസൺ ദ എക്സ്പ്ലനേഷൻ ഗിവൺ ബൈ ദി കൺസേൺഡ് പേഴ്സൺ. ആരാണോ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ഡൗട്ട് ചോദിച്ച ക്ലാരിഫിക്കേഷൻ തരുന്നത്, അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത് മാത്രമാണ് എന്തെന്ന് പറഞ്ഞത്, ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഡെഫിനിഷൻ എന്ന് പറയാം. An independent, an audit is. ഞാൻ വായിക്കണോ? വായിച്ചു, കണ്ടിന്യൂസ് ആയിട്ട് വായിക്കണേ. An audit is an independent examination of financial information of any entity, whether profit-oriented or not, and irrespective of its size or legal form, when such examination is conducted with a view to expressing an opinion thereon. എന്താ പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഓഡിറ്റർ ആണെന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട്. എന്താ ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ മാനേജ്മെന്റ് പറഞ്ഞ പോലെ അല്ല ഓഡിറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മാനേജ്മെന്റ് അവിടുത്തെ ഒരു മാനേജർ വിളിച്ച് പറയണം, ബിപിൻ നീ ക്യാഷ് നോക്കണ്ട, അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. നമ്മൾ നോക്കാൻ പോയി എന്ത് ചെയ്യണം, നമ്മൾ സകലത്തും നോക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് എന്തെങ്കിലും ഐറ്റം, ലൈൻ വൈസ് ഐറ്റംസ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കി പറയും. അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, ആരും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പാടില്ല. മീൻസ് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആണ്, നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ പോകുന്നു, അവർ തന്നിരിക്കുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, ഏത് എൻറ്റിറ്റി, പ്രോഫിറ്റ് ഓറിയന്റഡ് ആകാം, പ്രോഫിറ്റ് അല്ലാത്ത ഉണ്ടാകാം, അതായത് ഇത് നമ്മുടെ NGOs കാര്യങ്ങളൊക്കെ ഇല്ലേ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടാവല്ലോ. അപ്പോ അവർ പ്രോഫിറ്റ് ഓറിയന്റഡ് ആണോ നോൺ പ്രോഫിറ്റ് ഓറിയന്റഡ് ആണോ നോക്കേണ്ട ആവശ്യമില്ല, ഇറസ്പെക്ടീവ് ഓഫ് ദാറ്റ്. കൂടാതെ എന്താണ്, അവർ എന്താണെന്ന് നോക്കേണ്ട ആവശ്യമില്ല, അവര് പാർട്ണർഷിപ്പ് ആണോ കമ്പനി ആണോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്തിനു വേണ്ടിയിട്ട് അത്തരത്തിൽ നമ്മൾ എക്സാമിനേഷൻ നടത്തുന്നത്, ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ നടത്തുന്നത്? നമ്മള് ഈ എക്സാമിനേഷൻ നടത്തിയിട്ട് ഫീസ് മേടിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഒപ്പീനിയൻ പറയണം. എന്താ ഒപ്പീനിയൻ? ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നടത്തിയിട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് വായിച്ചവരുണ്ടെങ്കിൽ മനസ്സിലാവും, ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഓഡിറ്റ് നിങ്ങൾ നടത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തു, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട്, ഇൻഫർമേഷൻ വെച്ചിട്ട് എന്താണ്, ട്രൂ ആൻഡ് ഫെയർ ആണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫെയർ ആണ്, അക്യുറേറ്റ് ആണെന്ന് ആരും പറയില്ല. ശരിയാണ്, ഓക്കെ ആണ് എന്ന് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. അതിനകത്ത് ഒരു പ്രോസും കൂടി ആഡ് ചെയ്യും, ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട്. അപ്പൊ നാളെ എന്തെങ്കിലും ഒബ്ജക്ഷൻ വരുമ്പോൾ എന്തെടുത്ത് ആദ്യം ഇടും, സാർ ഞങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് അവൈലബിൾ ആയിരുന്നില്ല, പരിപാടി കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്, എന്താ ഓഡിറ്റിംഗിന്റെ ഡെഫിനിഷനകത്ത് വരുന്നത്, ആൻ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, ഇൻഡിപെൻഡന്റ് ആയി നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോവാണ്, എക്സാം ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുശേഷം അത്
പ്രോഫിറ്റ് ആകാം, നോൺ പ്രോഫിറ്റ് ആകാം, ഏത് ലീഗൽ ടൈപ്പും ആകാം. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്ന അവിടെ, ഞങ്ങൾ അതിനുശേഷം ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്നു. ട്രൂ ആൻഡ് ഫെയർ ആണോ അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ എന്നുള്ള ഒരു ഒപ്പീനിയൻ എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഓഡിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ഷാനെ, ആർക്കേലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് പറയട്ടാ. ഇയാൾ പറഞ്ഞൊന്നും മനസ്സിലാവണില്ല, എന്താണ് പറഞ്ഞതൊക്കെ തോന്നുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറയട്ടാ. കാരണം നമ്മളെന്താ, നമ്മൾക്ക് ഇത് പഠിക്കാൻ വേണ്ടിട്ടാ വന്നിരിക്കണം അല്ലെ. നമ്മുടെ പർപ്പസ് എന്താ? നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു അറ്റൻഡില് ഈ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്ട് അടിക്കണം. കൂടെ എന്തുണ്ട്, ബാക്കിയുള്ള പേപ്പേഴ്സ് കൂടെ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റണം. ക്ലിയർ ചെയ്ത് എടുത്താ മക്കളെ, ഞാൻ എന്താ പറയേണ്ടത്, ഇപ്പൊ നിങ്ങളെ വീട്ടുകാർക്ക് നിങ്ങളൊരു സംശയത്തോട് നോക്കുന്നില്ലേ, ഇപ്പൊ ഇത് പഠിച്ചിട്ട് എന്ത് തേങ്ങ കാട്ടാൻ വേണ്ടി പോകാനുള്ള ഒരു സംശയം ഉണ്ടാവും, ഒരു അപ്രോച്ച് ഉണ്ടാവും. അതൊക്കെ മാറും, നന്നായിട്ട് മാറും. ഇപ്പൊ നമ്മുടെ ലൈഫിൽ മാത്രമല്ല നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി പറ്റുക, നമ്മുടെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിലൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി പറ്റും. ഞാൻ വിറ്റ്നസിനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടാ. അതൊക്കെ പിന്നെ പറയാം. നേരെ പോന്നു മീനിങ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്നോട് ചോദിക്കുക. ഇങ്ങനത്തെ മടിയൊന്നും വേണ്ട. നമ്മളെല്ലാവരും എന്താണ്, ഞാനും ഇപ്പൊ മറ്റൊരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എന്നോട് ഡയറക്റ്റ് ചോദിക്കാം, നമുക്ക് ക്ലിയർ ആക്കാം. ഗോയിങ് ടു മീനിങ് എന്ന് പറയുന്ന ആ ഒരു സെഷൻ കൂടി ഒന്ന് വായിച്ചു. ആൻഡ് ഇന്റലിജന്റ് and critical examination of the books of accounts of business. അപ്പം മിനിമം നമ്മൾ എന്താ ഉണ്ടാക്കണം, ഇന്റലിജൻസ് ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അക്കൗണ്ടന്റ് ചിന്തിക്കണതിനേക്കാളും എന്ത് ചെയ്യണം, അതിന് മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിച്ചു വെക്കണം അല്ലെ. പിന്നെ എന്താണ്, ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യണം. അവർ പറയുന്ന ഡാറ്റ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങക്ക് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അല്ലെങ്കിൽ ബാക്കിയോട് പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്രിട്ടിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ഇന്റലിജന്റ് ആയിട്ട് കുറച്ച് ഒരു എക്സ്ട്രാ ഒരു ബുദ്ധി കാണിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാം ചെയ്യാൻ വേണ്ടി പറ്റണം. ഇനി ആരത് ചെയ്യുക? It is done by an independent qualified person. ക്വാളിഫൈഡ് പേഴ്സൺ. ആരാ ക്വാളിഫൈഡ് പേഴ്സൺ? ഓരോരോ ഓഡിറ്റ് വരുന്ന സമയത്ത്, അതായത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇൻകം ടാക്സ് ഒക്കെ ചെയ്യുന്ന ഓഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആരാ ചെയ്യാം? ചാർട്ടേഡ് അക്കൗണ്ടൻസാ ചെയ്യാം. കോസ്റ്റ് ഓഡിറ്റ് ആണെങ്കിൽ ആരാ ചെയ്യാം? നമ്മളാ ചെയ്യേണ്ടത്, നിങ്ങളാ ചെയ്യേണ്ടത്. നാളെ ക്വാളിഫൈഡ് ആയിട്ട് കേട്ടോ, സർട്ടിഫിക്കറ്റോ പ്രാക്ടീസ് ഒക്കെ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നാളെ കോസ്റ്റ് ഓഡിറ്റിന്റെ റിപ്പോർട്ടിനകത്ത് സൈൻ ചെയ്യും. പക്ഷെ അതിനെന്ത് ചെയ്യണം, ഇപ്പൊ നമുക്ക് ഇന്റർമീഡിയറ്റും ഫൈനലും പാസ്സാവണം. അതിനുശേഷം എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസിന് അപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ഓഫീസ് ഫേം സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യാം, ക്ലയൻസിനെ കിട്ടും. എന്ത് ചെയ്യാം, ഒരു ആർട്ടിക്കിളിനെ പറഞ്ഞു വിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫൈനാൻഷ്യൽസ് ഒക്കെ കറക്റ്റ് ആണ് എൻഷുർ ചെയ്യുക. ദെൻ വി ക്യാൻ ഫോം. നമുക്ക് ഓൾസോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത്, It is done with the help of vouchers, documents, information and explanation received from the clients. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ക്ലയന്റ് ഓഫീസിൽ പോയിട്ട് ഇങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റ് എങ്ങനെയാണെന്ന് കരുതുക. അവർ തന്നിരിക്കുന്ന ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ട്. ആ ബാലൻസ് ഷീറ്റിനകത്ത് എത്രയാണ് ക്യാഷ് എന്ന് പറഞ്ഞത് 1 ലക്ഷം രൂപയാണെന്ന് കരുതുക. 1 ലക്ഷം രൂപ ക്യാഷ് ഉണ്ട്. അവരുടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എത്രയുണ്ട്, ഒരു 2,56,000 ഉണ്ട് എന്ന് കരുതുക. ഓക്കെ, ഇവിടെ വന്നിട്ട് അവരെന്താ പറഞ്ഞത്, നമ്മൾക്ക് ഒരു ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് എത്രയാണ്, ഈ ഒരു എമൗണ്ട് 3,56,000 രൂപ ട്രേഡ് പേയബിൾ. ഇത് മാത്രമേ ഉള്ളൂ എന്ന് കരുതുക, 386 കേട്ടോ. ഈ ഒരു ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെ വെരിഫൈ ചെയ്യാം, ഈ ക്യാഷിന്റെ 1 lakh എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് ഉണ്ടാവില്ലേ ബാലൻസ് ഷീറ്റിനകത്ത്, അത് നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പൊ ക്യാഷിന്റെ ലെഡ്ജർ എടുക്കും അല്ലെ. ക്യാഷിന്റെ മൾട്ടിപ്പിൾ കറൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ക്യാഷിന്റെ ലെഡ്ജർ എടുക്കും. ക്യാഷിന്റെ ലെഡ്ജർ എടുത്താലും നമ്മൾ നോക്കും, ഒരു 1,000-ന് മുകളിലേക്കോ അല്ലെങ്കിൽ ഒരു 5,000-ന് മുകളിലേക്കോ വന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും, ആ ഒരു ലെഡ്ജർ എന്ന് വെച്ചാൽ അറിയില്ലേ, നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലെഡ്ജറിലേക്ക് ഇട്ടോക്കല്ലേ ചെയ്യാം അല്ലെ. അപ്പൊ എൻട്രി അടിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ എഴുതാറില്ലേ, പെർട്ടിക്കുലർ എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻട്രി പാസ് ചെയ്യാറില്ലേ. മീൻസ് ആ ലെഡ്ജറിന് കുറയുക ചെയ്യുക. അപ്പൊ അങ്ങനെ ലെഡ്ജറിന് കുറയുന്ന സമയത്ത് നമ്മൾ എന്തുണ്ടാവും, അവിടെ നരേഷൻസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്, നരേഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ആ നരേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, വായിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സസ്പീഷ്യസ് ആയി തോന്നുന്നുണ്ട്, നരേഷൻസിനകത്ത് ഒരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, ഒരു കാര്യം ചെയ്യും, ഈ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പേയ്മെന്റ് വൗച്ചർ പ്രിപ്പയർ ചെയ്യും. എന്താ വൗച്ചർ? ഒരു പീസ് ഓഫ് പേപ്പർ ആണ്.
ആ പേപ്പറിനകത്ത് ആര് ക്ലെയിം ചെയ്തു, എത്ര രൂപയുടെ എമൗണ്ട് ക്ലെയിം ചെയ്തു, എന്ത് പർപ്പസിന് വേണ്ടി ക്ലെയിം ചെയ്തിരിക്കുന്നു, അതിനെന്തെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയി എന്തെങ്കിലും ബിൽസ് കാര്യങ്ങളുണ്ടോ. ഇപ്പൊ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 20,000 രൂപയുടെ ടാക്സി ബിൽ ഉണ്ടെന്ന് കരുതാം. നമ്മുടെ ബോംബെയിൽ നിന്ന് വന്നിട്ടില്ലേ ധർമ്മേന്ദ്ര, ആ ധർമ്മേന്ദ്ര വന്ന സമയത്ത് 20,000 രൂപ ടാക്സി ബിൽ ഉണ്ട്. അപ്പൊ ആ ടാക്സി ബില്ലിന്റെ എന്ത് ചെയ്യണം, അതാണ് ക്ലെയിം ചെയ്യുന്നത് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ട്രാവലിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ ട്രാവലിംഗ് ആൻഡ് കൺവെയൻസ് എക്സ്പെൻസസ് 20,000 ഫ്രം ബോംബെ ടു കൊച്ചി. കൊച്ചിയിലേക്ക് വന്നില്ല, കൊച്ചി എത്തി എന്ന് പറഞ്ഞില്ലേ, ആ കൊച്ചിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ധർമ്മേന്ദ്ര തന്നിരിക്കുന്ന ബില്ല് അതിന്റെ പുറകിലുണ്ടോ നോക്കുക. ഇതിന് മാനേജ്മെന്റിന്റെ അപ്രൂവൽ ഉണ്ട്. ഓരോ എക്സ്പെൻസും നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ബുക്സിലേക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മാനേജ്മെന്റ് അപ്രൂവൽ ചെയ്യണം ഇന്റേണൽ കൺട്രോൾ മെഷേഴ്സ് പ്രകാരം. അപ്പൊ അതിന് പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും അപ്രൂവൽസും ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം, നമ്മൾ വെരിഫൈ ചെയ്യണം. അപ്പൊ അത്തരത്തിലുള്ള വൗച്ചേഴ്സ് ഉണ്ടാവും അല്ലെ, വൗച്ചേഴ്സ് ഉണ്ടാകും, ഡോക്യുമെന്റ്സ് ഉണ്ടാവും. എന്താ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ ബാങ്കിന്റെ ആണെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും അല്ലെ, ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും, റീകൺസിലേഷൻസ് ഉണ്ടാകും, വേറെ എന്തെങ്കിലും കൺഫർമേഷൻ ഗിവൺ ബൈ ദ ബാങ്ക് എന്ത് ചെയ്യും, ഇയർ നമ്മൾ റിക്വസ്റ്റ് കൊടുത്താൽ ഇന്ന ഓഡിറ്റ് പർപ്പസിനാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അവര് ഇത്രയാണ് ബാങ്ക് ബാലൻസ് എന്നുള്ളത് എന്ത് ചെയ്യും, അവര് കൺഫേം ചെയ്ത് തരും. റുപ്പീസ് അക്കൗണ്ടിൽ ഇത്രയാണ്, ഡോളർ അക്കൗണ്ട് ഇത്രയാണ്, ചൈനീസ് CNY ഉണ്ടെങ്കിൽ അതിന് ഇത്രയാണ്, CHF-നകത്ത് ഇത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, GBP ഇത്രയാന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൺഫർമേഷൻ തരും, അതിന്റെ INR വാല്യൂ ഒക്കെ തരും. അപ്പൊ അത് തന്നെയാണോ നമ്മുടെ ബുക്സിൽ, അത്തരത്തിൽ അതിനൊക്കെയാണ് ഡോക്യുമെന്റ്സ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ പെർച്ചേസിന്റെ ഡോക്യുമെന്റ്, സെയിൽസിന്റെ ഡോക്യുമെന്റ്, പെർച്ചേസ് ഓർഡേഴ്സ്, സെയിൽസ് ഓർഡേഴ്സ്, അത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവും നമ്മളിൽ ഉണ്ടാകും. ഓൾസോ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്രഷൻ റിസീവ്ഡ് ഫ്രം ദ ക്ലയന്റ്. കൂടാതെ നമുക്ക് ഡോക്യുമെന്റ്സ് മാത്രമല്ല, അവരെന്ത് ചെയ്യും, കുറെ കാര്യങ്ങൾ ക്ലയന്റ് എന്ത് ചെയ്യും, നമ്മുടെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളോട് പറയും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇന്റലിജന്റ് ആൻഡ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ബൈ ദ ക്വാളിഫൈഡ് പേഴ്സൺ നടത്താൻ വേണ്ടി പോകുന്നത്. അടുത്ത പോയിന്റ് വായിച്ചു. ദ ഓഡിറ്റർ പോയോ, The auditor satisfies. Hello, sir. The auditor satisfies himself with the authenticity of the financial accounts prepared for a particular period. എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ. ഓഡിറ്റർ എന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ സംശയാസ്പദമായിട്ട് അവിടെ പോവാം അല്ലെ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, എന്റെ മൈൻഡ് സെറ്റിൽ ഉണ്ടായിരിക്കണം, ഓ ഈ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ട്, ഇത് ബാലൻസ് ഷീറ്റിന്റെ എല്ലാ ഡോക്യുമെന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ എല്ലാ ഡോക്യുമെന്റും നോക്കാൻ വേണ്ടി പറ്റില്ല, ഒരു ആവറേജ് ഡോക്യുമെന്റ് നോക്കിക്കേണ്ട എനിക്ക് എന്ത് ചെയ്യണം, എന്റെ മനസ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ വിപിൻ, ഇതെന്താണ്, ഇത് ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്, നിങ്ങൾ നോക്കണ്ട, ഡൗട്ട് ഒന്നും ഇല്ലാതെ ഒരു 80% ഒക്കെ കറക്റ്റ് ആണ്, എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എനിക്കൊരു ഫീല് വരണം. ആൻഡ് അങ്ങനെ ഫീല് വന്നു കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യും. എന്താ റിപ്പോർട്ട് ചെയ്യാം, the auditor reports that the balance sheet exhibits a true and fair view of the state of affairs of the concern. The profit and loss accounts reveals the true and fair view of the profit or loss for the financial period. അങ്ങനെ ഞങ്ങൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ റിവ്യൂ ചെയ്തിട്ട് നമ്മൾക്ക് അതേ സംശയാസ്പദം, നമുക്ക് ഡൗട്ട്സ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്ലയന്റുമായിട്ട് ചോദിച്ചു അല്ലെ. ഞാൻ പറഞ്ഞില്ലേ, ക്യാഷിന്റെ ഈ ഒരു വൗച്ചർ ധർമ്മേന്ദ്ര അവിടെ നിന്ന് വന്നിരിക്കുന്ന എക്സ്പെൻസ് ഉണ്ടായിരുന്നില്ലേ, അത് കറക്റ്റ് ആണെന്നൊക്കെ ചോദിച്ച് അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തതിനു ശേഷം ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റി, അത് എനിക്ക് കൺവിൻസിങ് ആണ്, ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൺവിൻസിങ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പറയും ഓക്കെ സാർ, എനിക്ക് കിട്ടിയിരിക്കുന്ന ഡോക്യുമെന്റ് പ്രകാരം നമുക്ക് കിട്ടിയിരിക്കുന്ന ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്താണ്, ട്രൂ ആൻഡ് ഫെയർ ആണ്, ശരിയാണ്, ഫെയർ ആണ്, അതിനകത്ത് എന്ത് ചെയ്യില്ല, മിസ്ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ മിസ്ജഡ്ജ്മെന്റ് വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് കൂട്ടിയാൻ വേണ്ടി പറ്റും. ഇനിയെല്ലാം നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് അകത്ത് ഒരു ഫ്രോഡ് ഉണ്ട്, 2 കോടി, നമ്മുടെ സത്യം സ്കാം ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ, അവർ ഓഡിറ്റേഴ്സ് പിടിക്കും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രോഡ് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സ്റ്റോക്കിന്റെ വാല്യൂ ഒക്കെ കൂട്ടി കാണിക്കും. ഇതിന് വേണ്ടിയിട്ട് പ്രോഫിറ്റും നമ്മുടെ കറണ്ട് റേഷ്യോ ഒക്കെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തില് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സുകൾ, അല്ലെങ്കിൽ മിസ്റ്റേക്സ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ഫ്രോഡ് കാര്യങ്ങൾ എന്തെങ്കിലും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനും കൂടി കൊടുക്കാൻ വേണ്ടി പറ്റും. എന്താ ക്വാളിഫൈഡ് ഒപ്പീനിയൻ, നോട്ട് ഓൺലി നമുക്ക് എപ്പോൾ ട്രൂ ആൻഡ് ഫെയർ എന്ന് പറയണമെന്നില്ല, നമുക്ക് എന്തും പറയാം. നിങ്ങൾക്ക് പറയാം ഈ ഇൻഫർമേഷനകത്ത് ഇത്ര കാര്യങ്ങൾ എന്തുണ്ട്, റോങ് ആണ്, അല്ലെങ്കിൽ അതെന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് പറയാൻ വേണ്ടി പറ്റും. അതാണ് ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ എന്ന് പറയും. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ആദ്യം നമ്മൾ വരും, ഓഡിറ്റർ എൻഗേജ് ചെയ്യും, എൻഗേജ് ചെയ്തിട്ട് ഞങ്ങളത് എക്സാമിനേഷൻ നടത്തും. എക്സാമിനേഷൻ നടത്തി എന്ത് ചെയ്യുന്നു, കളക്ഷൻ എവിഡൻസ് കളക്ട് ചെയ്ത് വെക്കും. എവിഡൻസ് കളക്ട് ചെയ്ത് അത് വെരിഫൈ ചെയ്യും. വെരിഫിക്കേഷൻ ശേഷം നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ഫോം ആൻ ഒപ്പീനിയൻ വെദർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫെയർ. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആൻഡ് ഫെയർ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ നമ്മൾ കൊടുക്കും. അപ്പോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു ഓഡിറ്റർ എന്ന്
പറയുന്ന രീതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓഡിറ്ററെ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് എന്തെന്ന് പറഞ്ഞത്, ആണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് അതിനകത്ത് പറയും നമ്മുടെ ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, ഡയറക്ടേഴ്സ് റിപ്പോർട്ട് ഉണ്ടാകും. ഡയറക്ടേഴ്സ് റിപ്പോർട്ടിന് അപ്പുറത്തേക്ക് എന്ത് വരും, ഞങ്ങളുടെ ഇൻഡിപെൻഡന്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ആ ഒരു ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനകത്ത് അവര് നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു 1.5 പേജ് റിപ്പോർട്ടാണ്. 1.5 പേജ് റിപ്പോർട്ടിനകത്ത് ഇത്രയൊക്കെ കുറെയൊക്കെ അടിച്ചുണ്ടാക്കി നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ഇൻഡയസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ ഡോക്യുമെന്റ്സ് അതിരിക്കണൊക്കെ സാറ്റിസ്ഫാക്ടറി ആണ്. കറക്റ്റ് ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത്. ഇതൊക്കെ ഓഡിറ്റിന്റെ ആ ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു 1.5 പേജുള്ള റിപ്പോർട്ടിനകത്ത് എന്ത് ചെയ്യും, അവർ ഇൻക്ലോസ് ചെയ്യും. കൂടാതെ കണ്ട് അക്കൗണ്ട് ഗോയിങ് കൺസേൺസിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അവർ ആഡിക്വേറ്റ് ആയിട്ടുള്ള അസറ്റ്സ് കാര്യങ്ങളൊക്കെ സ്റ്റേബിൾ ആണ് എന്നുള്ള രീതിയിൽ പറയും. ഇനി എന്തെങ്കിലും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, അതും അതിനകത്ത് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് മക്കളെ ബാങ്ക് ഓഡിറ്റിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരൊക്കെ വിളിച്ചു ചോദിച്ചോളൂ കേട്ടോ. ആരെയൊക്കെ ഓഡിറ്റിങ്ങിനൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പരിഗണന കിട്ടും. കാരണം എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും റോങ് ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു റിപ്പോർട്ടിനെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അത് തട്ടുകേടാം. ആർക്ക് തട്ടുകേട്, പ്രത്യേകിച്ച് ഫോർ ദ പർപ്പസ് ഓഫ് ബാങ്ക് ഓഡിറ്റ്. ബാങ്കിന്റെ ഏതെങ്കിലും നോൺ പെർഫോമിംഗ് ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ലോൺസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് സ്ക്രൂട്ടിനി ചെയ്യാം. എന്താ സ്ക്രൂട്ടിനി, രണ്ടാമത് ഒന്ന് ചകർന്നിരുന്ന് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറെ ലോൺ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഒന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, മിസ്സായി പോവുക ചെയ്യും. അപ്പൊ അതൊക്കെ ക്വാളിഫൈ ചെയ്യാനുള്ള ആ റൈറ്റ് ആരെയുണ്ട്, ഓഡിറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ അങ്ങനെയുള്ള ബാങ്ക് ഓഡിറ്റിനൊക്കെ പോകുന്ന സമയത്ത് രാജകീയമായ സ്വീകരണമായിരിക്കും. രാവിലെ ചിലപ്പോൾ 2 ചായ കിട്ടും, ഉച്ചയ്ക്ക് ചിലപ്പോൾ 2 ചോറ് കിട്ടും, വൈകുന്നേരം വരുമ്പോൾ പാർസൽ ബിരിയാണി വരെ വാങ്ങിച്ചു തന്നുവിടും. കാരണം എന്താണ്, നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓഡിറ്റ് റിപ്പോർട്ട് അവിടെ നമ്മളിപ്പോൾ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ BSE NSE എന്ത് സെബിയിലൊക്കെ എന്ത് ചെയ്യണം, നമ്മളിത് കൊടുക്കണം. മിനിസ്റ്റർ ഓഫ് കമ്പനി MCA നമ്മളിത് കൊടുക്കണം. അപ്പൊ പിന്നെന്താണ്, ഇതിന്റെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് എന്ത് കിട്ടും, ഈ ഓഡിറ്റ് റിപ്പോർട്ട് കമ്മ്യൂണിക്കേറ്റഡ് ആവും. അപ്പൊ ഓഡിറ്റ് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് മനസ്സിലാവും എന്താണ് ഇത്ര ലോൺസ് ഒക്കെ കൊടുത്തിരിക്കണം, എന്താണ് ഡോക്യുമെന്റ്സ് ഇല്ലാണ്ടൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സംഭവം എന്താ, അവിടെ പണിപാളി. എന്താ അപ്പൊ തന്നെ മാനേജർക്ക് ചൊട്ട് വരും അല്ലെ. മാനേജർ വിളിച്ചു ചോദിക്കും, നിങ്ങൾ എന്താ കാട്ടുന്നത് ഇവിടെ, നിങ്ങൾക്ക് എന്തിനാ സാലറി തരുന്നത്, നമ്മൾ ഈ ഫണ്ടൊക്കെ ഈ ലോൺ കൊടുത്തിരിക്കണൊക്കെ തിരിച്ചിടില്ല എന്ന് സംഭവിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ, നെഗറ്റീവ് ഇമ്പാക്ട്സുകൾ അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നന്നായിട്ട് അവർ പരിഗണിക്കും. അതുകൊണ്ടാണ് മാർക്കറ്റിനകത്ത് CA എന്ന് പറയുന്ന പ്രൊഫഷൻ ഇല്ലേ, നമ്മൾ ആരാ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുക, ഒരു 20% ഫംസ് മാത്രം അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിലുള്ളത്, കൺട്രോൾഡ് റെഗുലേറ്ററി സെക്ടർ അല്ലെങ്കിൽ ടേൺ ഓവർ ക്രൈറ്റീരിയക്ക് മുകളിൽ വരുന്നവരാണ് കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുക. ബാക്കി ഇൻകം ടാക്സ് ഓഡിറ്റോ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് അല്ലെ. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഈ ആപ്ലിക്കബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇതാരാ ചെയ്യുക, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ചെയ്യുക. അവർ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർക്ക് പരിഗണന കിട്ടും. ദാറ്റ്സ് റീസൺ വൈ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ CA എന്ന് പറയുന്നത് കുറച്ചുകൂടി പബ്ലിക്കിനിടയിൽ എന്ത് ചെയ്യുന്നത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു. കാരണം എന്താ, ഇവർ ഒപ്പീനിയൻ മാറ്റി കൊടുത്ത പണിപ്പാളി. റൈറ്റ്, ദെൻ ഈ ഒരു ഏരിയ മനസ്സിലായോ മക്കളെ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ ഒരു ഏരിയയില് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ട് കേട്ടാ. അപ്പൊ ക്ലിയർ ആണോ എന്താ പർപ്പസ് ഓഫ് ഓഡിറ്റ്, എന്താ ഈ ഓഡിറ്റിംഗിനകത്ത് നടക്കുന്നുള്ള കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എടാ എല്ലാരും ഒന്ന് സംസാരിക്കടാ. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ എത്രയോ കിലോമീറ്റർ കണക്ക് ഡിസ്റ്റൻസിലുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോ ഞാൻ പറഞ്ഞു, ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ തിയറി പേപ്പർ അല്ല, നമ്മുടെ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അകത്തുനിന്നാണ് എന്ത് എടുത്തിട്ട് തരിക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇട്ട് തരിക. ആ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ആ ബുക്ക് വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ള സംഭവം മനസ്സിലാവും. ഇതിനു വേണ്ടിയിട്ട് ബൈഹാർട്ട് ചെയ്യേണ്ടി പോകേണ്ട ആവശ്യമില്ല. എല്ലെങ്കിലും ഒരു 5 മിനിറ്റ് ഞാൻ ഒന്ന് കുറച്ച് കാര്യം പറയാം. എല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, എക്സാമിന് പഠിക്കുന്ന സമയത്ത് ബൈഹാർട്ട് പഠിക്കാൻ വേണ്ടി നിൽക്കരുത്. നമ്മള് പല ആൾക്കാരും പഠിപ്പിക്കുന്നവരെ കുറ്റം പറയുന്നതല്ല, അങ്ങനെ പറയണല്ല. ഞാനൊക്കെ കാണിച്ചൊരു മിസ്റ്റേക്ക് ഉണ്ടായി, ഇന്റർമീഡിയറ്റ് ലെവലിൽ ഞാൻ കാണിച്ചൊരു മിസ്റ്റേക്ക് ഉണ്ടായി. നമ്മളെന്ത് ചെയ്യും, ഫാക്കൾട്ടീസ് ഒരു ലോഡ് ഇക്വേഷൻസ് എഴുതി തരും. സ്റ്റാൻഡേർഡ് കോസ്റ്റിന്റെ ഫിക്സഡ് ഓവർ ഹെഡ് വേരിയൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ മെറ്റീരിയൽ വേരിയൻസ് അനാലിസിസും അല്ലെങ്കിൽ ലേബർ വേരിയൻസും സെയിൽസ് വേരിയൻസും ഫിക്സഡ് ഓവർ ഹെഡിന്റെ വേരിയൻസും അതിൽ തന്നെ വേരിയബിൾ ഓവർ ഹെഡ് പിന്നെ വേറെ ഉണ്ട്. മാർജിനൽ കോസ്റ്റിംഗിനൊക്കെ കുറെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ഇല്ലേ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ബൈഹാർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് നമുക്ക് 6 മാസം പഠിക്കാൻ അല്ലെങ്കിൽ 5 മാസം പഠിക്കാൻ ടൈം കിട്ടും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ ബൈഹാർട്ട് ചെയ്തിട്ട് എടുത്തിട്ട് പോകും, തലയിൽ വെക്കും.
പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എന്താ അറിയോ, നമ്മൾ ഈ 4 ഗ്രൂപ്പുമാണ് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എക്സാം 4 പേപ്പറാണ് എന്ത് ചെയ്യുന്നത്, എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. എന്റെ എക്സാമുള്ള സമയത്ത് നമുക്കിപ്പോ ഒന്നിടവിട്ടല്ലേ വരുന്നത്, 1 2 3 2 3. അതെന്താ അൻഷി 1 1 2 2 3 എന്ന് പറഞ്ഞത്? സ്റ്റാൻഡേർഡ് ഹോസ്റ്റിങ്ങിന് വരച്ചെന്ന പരിപാടി അല്ലേ? പിന്നെ ഞാൻ അറിയണില്ല എന്താ സംഭവം, ഞാനത് ചെയ്യാറില്ല. കാരണം അതിനൊക്കെ ഒരു കോൺസെപ്റ്റുകളുണ്ട്. ഓക്കെ, എന്ത് കാര്യമാണെങ്കിലും മാർജിനൽ കോസ്റ്റിംഗിന് PV റേഷ്യോ വരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു കോൺസെപ്റ്റുകളുണ്ട്. എക്സാമ്പിൾ കുറിച്ച് പറയാം. ബാലൻസ് ഷീറ്റ് ഇല്ലേ, നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്നുള്ള സാധനമില്ലേ, ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ബാലൻസ് ഷീറ്റ് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കേട്ടോ. റൈറ്റ്, ബാലൻസ് ഷീറ്റിനകത്ത് ഇടത് സൈഡിൽ ആരാ ഉണ്ടാകുക? ഇവിടെ ആരാ? ഇവിടെ ലയബിലിറ്റി ഉണ്ടാവും, ഇവിടെ ആരുണ്ടാവും? അസറ്റ് ഉണ്ടാവും. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു T ഫോർമാറ്റ് ഓഫ് അക്കൗണ്ട് അല്ലേ? ഇവിടെ T തന്നെയല്ലേ വരുന്നത്? T ഫോർമാറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഷേപ്പ് ഡിറൈവ് ആവുന്നതുകൊണ്ടാണ് നിങ്ങൾ T ഫോർമാറ്റ് ഓഫ് അക്കൗണ്ട് എന്ന് വിളിക്കുക. ഓക്കെ, T തന്നെയല്ലേ വരുന്നത് അല്ലേ? T ഫോർമാറ്റ് ഓഫ് അക്കൗണ്ട് അല്ലേ? ആണോ? ആണ്. അപ്പോ ഈ T ഫോർമാറ്റ് ഓഫ് അക്കൗണ്ടിന്റെ റൂൾ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത്, നമ്മുടെ ഇപ്പൊ P&L അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ബാലൻസാ വരിക, അല്ലെങ്കിൽ ഒരു ലെഡ്ജർ വരക്കാന്നുണ്ടെങ്കിലും T ഫോർമാറ്റ് വരക്കാണെങ്കിൽ ഈ സൈഡിൽ എന്ത് വരും? ഡെബിറ്റ് ബാലൻസ് ഉള്ള ഐറ്റംസ് വരും അല്ലെ? ഡെബിറ്റ് ബാലൻസിൽ വരിക. ഇവിടെ ആരാ വരിക? ഇവിടെ ആരാ വരിക? ക്രെഡിറ്റ് അല്ലേ? അല്ലേ? ഇടത്ത് സൈഡിൽ ഡെബിറ്റും വലത് സൈഡിൽ ക്രെഡിറ്റും അല്ലേ വരിക? അല്ലയോ ആദി, അൻഷിഫ? ആണ് അല്ലെ? പക്ഷേ ലയബിലിറ്റി എന്ന് പറഞ്ഞ എന്ത് ബാലൻസ് ഉള്ള ആൾക്കാരാ? അത് ഡെബിറ്റ് സൈഡിലുള്ളത്. ലയബിലിറ്റി എന്ന് പറഞ്ഞ എന്ത് ബാലൻസ് ഉള്ള ആൾക്കാരാ? ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ആൾക്കാരാ. ഇത് നേരെ ബാലൻസ് ഷീറ്റിലേക്ക് വരുന്ന സമയത്ത് നേരെ ഉൾട്ടയായി. കാരണം എന്താ, ഈ ഇടത്തെ സൈഡിൽ ആര് വരണമായിരുന്നു? എല്ലാ അസറ്റുമായി ബന്ധപ്പെട്ടില്ല, അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ഉള്ള കാര്യങ്ങൾ വരണമായിരുന്നു. ഇവിടെ ആര് വരണമായിരുന്നു? ഇവിടെ ശരിക്കും വരേണ്ടത് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട ആൾക്കാർ വരേണ്ടത്. പക്ഷെ എന്തുകൊണ്ട് മാത്രം ലയബിലിറ്റി ഡെബിറ്റ് സൈഡിലേക്ക് പോകാനുള്ള കാരണം എന്താ? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിന്റെ അല്ലെങ്കിൽ ലയബിലിറ്റിയുടെ നേച്ചർ എന്താ, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ബാലൻസ് ലയബിലിറ്റിക്ക് ഉണ്ടാക്കുക? ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ? ലയബിലിറ്റി ക്രെഡിറ്റ് ബാലൻസ്. ക്രെഡിറ്റ് ബാലൻസ്. T ഫോർമാറ്റ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ റൂൾ പ്രകാരം ഈ സൈഡിൽ ആര് വരണം? അസറ്റ്സ്. ഡെബിറ്റ് ബാലൻസുകൾ വരണം, അല്ലെങ്കിൽ അസറ്റ് വരണമായിരുന്നു. പക്ഷെ ബാലൻസ് ഷീറ്റിൽ മാത്രം എന്താ ലയബിലിറ്റി വന്നത്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ എന്തുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ഇടത്ത് സൈഡും അസറ്റ് റൈറ്റ് സൈഡിലും വരാനുള്ള റീസൺ എന്ന്? ഇല്ല. എന്തുകൊണ്ടാ അറിയോ? നമ്മൾ ചിന്തിക്കില്ല. എന്തുകൊണ്ടാ അറിയോ? നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് ശീലിച്ചു പോയി. നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്. ആ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഓപ്പൺ സ്റ്റോക്ക് വരും, ഓപ്പൺ സ്റ്റോക്ക് അടുത്ത സൈഡിൽ ക്ലോസ് സ്റ്റോക്ക്. എന്തിനാ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പൺ സ്റ്റോക്കും ക്ലോസ് സ്റ്റോക്കും കൊടുക്കുന്നത്? കോൺസെപ്റ്റ് എന്താ അറിയോ ആർക്കെങ്കിലും? എന്തിനാ ട്രേഡിംഗ് അക്കൗണ്ടിൽ? നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രോഫിറ്റ് ലെസ് അക്കൗണ്ട് എന്ന് പറഞ്ഞത് എക്സ്പെൻസുകൾ ഇൻകം സ്റ്റേറ്റ് ചെയ്യാനുള്ള അക്കൗണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എന്തിനാ ബാലൻസ് ഷീറ്റിൽ കിടക്കണ സ്റ്റോക്കിനെ കൊണ്ടിടാനുള്ള കാരണം എന്താ? നമ്മളിപ്പോ ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അത് ആ പ്രൊഡക്ട്സ് വെച്ചിട്ടല്ലേ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യാം. ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ പർച്ചേസിങ് കാണിക്കുമ്പോൾ നമ്മള് ആ ഗുഡ്സ് യൂസ് ചെയ്തോ, അതിന്റെ എത്ര യൂസ് ചെയ്തു, അങ്ങനെ കാണിക്കാനുള്ള ചേഞ്ചസ് കാണിക്കാനുള്ളതല്ലേ ട്രേഡിങ് കാണിക്കണേ. ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ഇടുന്ന സമയത്ത്, ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ കൊണ്ടിടുന്ന സമയത്ത് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാകും, ഇവിടെ പെർച്ചേസ് ഉണ്ടാവും, ഇവിടെ ക്ലോസ് സ്റ്റോക്ക് ഉണ്ടാവും. ഇത് എന്തിനാ കൊണ്ടിടുന്നത്? കുറച്ച് പേർക്കറിയാം, കുറച്ച് പേർക്കറിയുണ്ടാവും കേട്ടോ. എന്തിനാ കൊണ്ടിടുന്ന അറിയോ? ഈ ഓപ്പണിംഗ് സ്റ്റോക്കിനകത്ത് നിന്ന് പെർച്ചേസ് കൂട്ടി ക്ലോസ് സ്റ്റോക്ക് കുറക്കുന്നത് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസ് സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞത് ഈ വർഷം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിന്റെ കോസ്റ്റ് ആണ് അല്ലെ?
ആ മെറ്റീരിയലിന്റെ കോസ്റ്റ് ആണ് എന്ത് വരുന്നത്, എന്റെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് കയറി വരുന്നത്. അതിന്റെ ഇമ്പാക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആരെ ചേർക്കുന്നത്, സ്റ്റോക്കിനെ പിടിച്ചിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ ഫൈനൽ ബിസിനസ് വാല്യൂഷൻ എടുക്കുന്ന സമയത്ത് ഫൈനലിന്റെ കുട്ടികളോട് ഞാൻ ഇങ്ങനെ ഇൻട്രോ സെഷനകത്ത് എന്ത് ചെയ്തു, നമ്മൾ ഇൻട്രോ സെഷൻ ആണല്ലോ, അതിനകത്ത് എന്ത് ചെയ്തു, കുട്ടിയോട് ചോദിച്ചു, എന്തിനാ മക്കളെ ഓപ്പൺ സ്റ്റോക്കും ക്ലോസ് സ്റ്റോക്കും എന്തിനാണ് ട്രേഡിംഗ് അക്കൗണ്ട് കൊടുക്കുന്നത്? ഒരാൾക്കറിയില്ല. കാരണം എന്തായിരുന്നു പറയാം, അവര് പറയുന്നത് നമ്മളെ ടീച്ചർമാർ പഠിപ്പിച്ചു, എന്നെ ഫാക്കൽറ്റി പഠിപ്പിച്ചു, ഞാൻ അത് കേട്ടു. ടീച്ചർ പറഞ്ഞു ഓപ്പൺ സ്റ്റോക്ക് അവിടെ ഇടണം, ക്ലോസ് സ്റ്റോക്ക് ഇവിടെ ഇടണം, അതുകൊണ്ട് ഇട്ടു. അതേപോലത്തെയാണ് ബാലൻസ് ഷീറ്റിൽ ലെഫ്റ്റ് സൈഡ് ലാബിലിറ്റി വന്നു, നമ്മളത് കണ്ട് ശീലിച്ചു, ലെഫ്റ്റ് സൈഡ് ലാബിലിറ്റി അങ്ങനെ വരക്കും. ലാബിലിറ്റി ചെയ്തും റൈറ്റ് സൈഡിൽ എന്ത് ചെയ്തു, അസറ്റ് എഴുതി വെക്കും. അതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യണം. എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങണം. അന്വേഷിച്ച് തുടങ്ങിയിട്ട് എന്ത് ചെയ്യണം, ആൻസറുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുവാൻ വേണം കേട്ടോ. എന്റെ ചോദ്യം ഇത്ര മാത്രമാണ്, എന്തുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി ഇടത്ത സൈഡും അസറ്റ് റൈറ്റ് സൈഡിൽ വരാനുള്ള കാരണം എന്ന് പറഞ്ഞത്. ആൻഡ് വി ആർ മൂവിങ് ടു ദി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സിലേക്ക് പോവാം. ആദ്യം വായിച്ചോ. It involves evaluation and verification of the relevance, reliability and adequacy of evidence in support of the verifiable information such as vouchers, documents, explanations. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു. എന്ത് അവൈലബിൾ ആയിട്ട് ഇൻഫർമേഷൻസ് തന്നിരിക്കുന്ന ഫിഗേഴ്സ് ആയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതിലൂടെ എന്ത് ചെയ്യുന്നു, ഇതൊന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യും. വെരിഫൈ ആയിട്ട് ഇങ്ങനെ ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പക്ഷെ തിരിച്ചു പറയണ ചിഹ്നമില്ലേ, ഈ സാധനമില്ലേ, ഈ സിമ്പിളൊക്കെ ഇടാൻ വേണ്ടി പഠിച്ചു. ഓഡിറ്റിങ്ങിന് നമ്മൾ ഇടേണ്ടതാണ്. ഈ സിമ്പിളൊക്കെ എന്ത് ചെയ്യണം, ഇടാനൊക്കെ പഠിക്കണം. അതൊക്കെ ഒരു മാർക്കാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഓക്കെ ആണെന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് സപ്പോർട്ടിംഗ് ഉള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് അത് ഇവാലുവേറ്റ് ചെയ്ത് ഒന്ന് വെരിഫൈ ചെയ്ത് പോകും. ആൻഡ് ഇറ്റ് ഈസ് അനലിറ്റിക്കൽ, ക്രിട്ടിക്കൽ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ്. നമ്മൾ എന്ത് ചെയ്യണം, ഇത് അനാലിസിസ് പോലെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിപ്പോ കഴിഞ്ഞ വർഷം എന്റെ ജി പി റേഷ്യോ എന്ന് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും 2017 എന്ന സാമ്പത്തിക വർഷത്തിൽ ജി പി റേഷ്യോ വന്നിരിക്കുന്ന ഒരു 28% ജി പി, 2018 ഒരു 29% ജി പി, 2024 വരുന്ന സമയത്ത് അത് ഒരു 12% ജി പി ആയി എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നല്ല അർത്ഥം അല്ലെ. 28%, 29% ജി പി ഉണ്ടായിരിക്കുന്ന കമ്പനിയിൽ എന്ത് സംഭവിച്ചു, 12% ഗ്രോസ് പ്രോഫിറ്റിലേക്ക് കിടിഞ്ഞു അല്ലെ. ജി പി റേഷ്യോ നോക്കിക്കൂടെ, എങ്ങനെ ജി പി റേഷ്യോ കണ്ടുപിടിക്കുക, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻടു 100 അല്ലെ. അങ്ങനെ എടുത്ത് നോക്കിയപ്പോ റേഷ്യോയിൽ വെച്ച് നോക്കിയ സമയത്ത് എന്ത് ചെയ്തു, എന്റെ ജി പി റേഷ്യോ 29% to 28%, അതായിരുന്നു ആ ഒരു നോർമൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അത് എത്രയിലേക്ക് താന്നു, 12% താന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അത് അനലൈസ് ചെയ്തു, അനലിറ്റിക്കൽ നേച്ചർ അനലൈസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അതിനെ കുറിച്ച് പഠിച്ചു. ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കാം, ഏതെങ്കിലും ഇൻഡയറക്ട് എക്സ്പെൻസുകളെ പിടിച്ചിട്ട് റോങ് ആയിട്ട് എവിടെ കൊണ്ടുണ്ടാവും, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എക്സ്പെൻസ് ആയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട് എക്സ്പെൻസ് ആയിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും, എന്റെ ജി പി കുറയും. അപ്പോ അത്തരത്തില് അനാലിസിസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അനലൈസ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഓഡിറ്റിംഗ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ്, നമ്മൾ ഒരു കാര്യത്തിൽ ഒരു മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ആയിട്ട് ഇൻഡെപ്തിൽ തുറന്നെടുക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ പ്രൊസീജിയറിലൂടെ നമുക്ക് നടക്കണം. Then next one, the information audited by the audited may be financial or non-financial. നമ്മൾ ചെയ്യുന്ന ഓഡിറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആകാം, ഫിനാൻഷ്യൽ സാമ്പത്തികപരമായിട്ട് കണക്കുള്ളതാകാം, സാമ്പത്തിക വാല്യൂ മോണിറ്ററി വാല്യൂ ഇല്ലാത്തതും ആകാം. അടുത്തത് there should be standards or criteria for evaluation of the there should be a standard or criteria for evaluation of the information. നമ്മൾ ഇൻഫർമേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് AS എന്ന് പറയാം, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. മാത്രമല്ല ക്രൈറ്റീരിയ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കമ്പനി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു കമ്പനി പറയാണ്, നമ്മുടെ പെറ്റി ക്യാഷിനകത്ത് നിന്ന്, പെറ്റി ക്യാഷ് സാധാരണ ഓഫീസ് എക്സ്പെൻസിൽ വെക്കുന്ന ക്യാഷ് ഇല്ലേ, അതിന് 5000 മുകളിൽ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ആർക്കും കൊടുക്കാൻ വേണ്ടി പാടില്ല. അല്ലെങ്കിൽ എക്സ്പെൻസ് റീഇംബേഴ്സ്മെന്റ് പെറ്റി ക്യാഷിന് കൊടുക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ബാങ്കിനകത്തുനിന്ന് ഒരു 20,000 മുകളിലായിട്ട് പെർ ഡേ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, വിഡ്രോ ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് കമ്പനിയുടെ മാനേജ്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്യണം. ഏതെങ്കിലും ഇങ്ങനെ 5000 മുകളിലേക്കുള്ള ഏതെങ്കിലും എക്സ്പെൻസ് പെറ്റി ക്യാഷിന് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ 20,000 മുകളിൽ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ക്രൈറ്റീരിയ, ഇന്റേണൽ ക്രൈറ്റീരിയ ഓർ കൺട്രോളിംഗ് മെഷേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അതെന്ത് ചെയ്യണം, അതും നമ്മൾ എന്ത് ചെയ്യണം, ഓഡിറ്റിങ്ങിന്റെ കൂടെ നമ്മള് എൻഷുർ ചെയ്തു പോകണം എന്ന് പറഞ്ഞു. അടുത്തത് the auditor should be competent and independent person. കോമ്പിറ്റന്റ് ആയിരിക്കണം. എന്താ കോമ്പിറ്റന്റ് എന്ന് വെച്ചാൽ പോയിട്ട് ഇങ്ങനെ ഞളുത്തിരിക്കാൻ വേണ്ടി പാടില്ല. പട്ടേന്ന് സാധനങ്ങൾ കിട്ടണം.
നന്നായിട്ട്, അതായത് നമ്മൾ ആദ്യം ഓഡിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അക്കൗണ്ടിങ് എന്താന്ന് പഠിക്കണം. അക്കൗണ്ടൻസിനകത്ത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അവർ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തും എന്നുള്ള ഒരു കാര്യത്തിലൊക്കെ ഐഡിയ ഉണ്ടായിരിക്കണം. അക്കൗണ്ടൻസി മാത്രമല്ല, സിസ്റ്റം നമ്മൾ സോഫ്റ്റ്വെയർ ആണ്, ഇപ്പൊ ടാലി അല്ലെങ്കിൽ ക്യൂബ് ബുക്സ് അല്ലെങ്കിൽ SAP അല്ലെങ്കിൽ അങ്ങനെ ഏത് സോഫ്റ്റ്വെയർ ആണോ ക്ലയന്റ് ഓഫീസിൽ ഉണ്ടാകുന്നത് അതിൽ നല്ല കോമ്പിറ്റൻസി ഉണ്ടായിരിക്കണം. പിന്നെ അവര് പറയുന്ന ഈ അറിവ് കൊണ്ട് മാത്രം കാര്യമില്ല, അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരിൽ നിന്ന് പറഞ്ഞ് ചെകഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവും കൂടി എന്ത് ചെയ്യണം നമ്മുടെ ഭാഗത്തുനിന്ന്, ഒരു ഡിപ്ലോമസിക്കൽ ആയിട്ടുള്ള ഒരു കോമ്പിറ്റൻസിയും കൂടി നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ്സ് ബൈ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചാൽ എന്താ? സ്വതന്ത്രമായിരിക്കണം, മറ്റുള്ളവരുടെ ആരും ഇൻഫ്ലുവൻസ് കൊണ്ട് ചെയ്യിക്കണത് ആകാൻ വേണ്ടി പാടില്ല. ആൻഡ് നെക്സ്റ്റ് വൺ, It ensures reliability of information and authenticity of the assertions made in the financial statements relating to enterprises. അതായത് അവരെന്ത് ചെയ്യണം, അവര് ആ ഒരു ബിസിനസ്സുമായി എന്റർപ്രൈസ് അല്ലെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ഒതന്റിസിറ്റി അല്ലെങ്കിൽ അസേഷൻസ്, അതായത് കറക്റ്റ്നസ് എന്ത് ചെയ്യണം, നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റണം. എന്തിന്റെ? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒതന്റിസിറ്റി നമ്മൾ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റണം. അപ്പൊ എന്തൊക്കെയാ അതിനകത്ത് വന്നിരിക്കുന്ന എസെൻഷ്യൽ ഫീച്ചേഴ്സിനകത്ത് എന്തൊക്കെയാ വരിക? നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് വൗച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നുണ്ടാകുക. ഒന്ന് വൗച്ചർ കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞു GP റേഷ്യോക്കാരുടെ അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് അനലിറ്റിക്കൽ ആയിരിക്കണം, ഇൻവെസ്റ്റിഗേറ്റീവ് ആയിരിക്കണം, ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ നോൺ ഫൈനാൻഷ്യൽ ഡാറ്റ ആകാം. നമ്മൾ അത് ചെയ്യാൻ വേണ്ടി ഇതിലൊരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാകും. ഷുഡ് ബി ഡൺ ബൈ എ കോമ്പിറ്റന്റ് പേഴ്സൺ. അതിന് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ റിലയബിലിറ്റി അല്ലെങ്കിൽ ഒതന്റിസിറ്റി അല്ലെങ്കിൽ അസെഷൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അല്ലേ? പറ്റണ്ടേ? പറ്റുമോ? പറ്റുമോ? ഹലോ, നിങ്ങളൊരു ഓഡിറ്റർ ആയി പോയി കഴിഞ്ഞാല് പരിപാടികളൊക്കെ നടക്കുമോ? കോമ്പിറ്റന്റ് ആണോ നമ്മളെല്ലാരും? നന്നായിട്ട് സംസാരിക്കാറോ എല്ലാവർക്കും? അറിയോ? കോമ്പിറ്റന്റ് ആയിരിക്കണം, നന്നായിട്ട് സംസാരിക്കാൻ അറിയണം, സോഫ്റ്റ്വെയർസ് എക്സൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി അറിയണം, ലോയിൽ അഗ്രഗണ്യനായിരിക്കണം. ഏത് നാട്ടിലാണോ പണിയെടുക്കുന്നത് ആ നാട്ടിലത്തെ ലോയില് എക്സ്പേർട്ട് ആയിരിക്കണം. ഇൻകം ടാക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, നാട്ടിലെ ഇൻകം ടാക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇവിടെയാണ് UAE ലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ നാട്ടിലെ എന്നിട്ടാ, സോറി. അപ്പോ അവിടെയുള്ള ലോസിൽ കാര്യങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പേർട്ട് ആയിരിക്കണം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇൻഡയസിൽ എന്ത് ചെയ്യണം, എക്സ്പേർട്ട് ആയിരിക്കണം. അപ്പോൾ അത്തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഓഡിറ്റിംഗ് എന്ന്. അങ്ങനെ നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റാണ്, മാർക്കറ്റിൽ നിന്ന് കിക്ക് ഓഫ് ആയി. നിങ്ങൾ ചില ആൾക്കാരെയൊക്കെ കാണുന്നുണ്ടാവും, ചിലവര് ക്വാളിഫൈഡ് ആയിട്ടുണ്ടാവും, ക്വാളിഫൈഡ് ആയിട്ട് അവര് തിയററ്റിക്കൽ നല്ല ഐഡിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അവർ പ്രാക്ടിക്കൽ ആയിട്ട് ഇത് കൊണ്ടിടാൻ വേണ്ടി പറ്റില്ല. ഒന്നുകിൽ പ്രാക്ടിക്കൽ ഇടാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് മാനേജ്മെന്റിനെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എന്താ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുക? സാർ ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ട് ഉണ്ടാക്കി എന്റെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കും. അവരെ സംബന്ധിച്ചിടത്തോളം എന്റെ ട്രേഡിംഗ് അക്കൗണ്ട് എന്ത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ടെർമിനോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ സാർ ഇതാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നൊക്കെ പട്ട് കൊടുക്കും. അവർക്ക് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്റർപ്രറ്റ് ചെയ്യണം. കാരണം ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് ലാംഗ്വേജ് ആണ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്. അതായത് കമ്പനി നടക്കുന്ന സാധനങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ലാംഗ്വേജ്, ഒരു ബിസിനസ് ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം അത് കറക്റ്റായിട്ട് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കോമ്പിറ്റൻസി കാര്യങ്ങളൊന്നും എല്ലാവർക്കും ഒന്നും ഉണ്ടാവണമെന്നില്ല. സോ വാല്യൂ ലേണിംഗ് ഓൾസോ ഞങ്ങളുടെ ഈ സ്റ്റേജ് ആണ് ഏറ്റവും നല്ല സ്റ്റേജ്. പഠിക്കാൻ വേണ്ടി പറ്റിയ ഏറ്റവും നല്ല ടൈമാണിത്. ആ ടൈമിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പരമാവധി കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത്, അതായത് ബിയോണ്ട് ദ സിലബസ് ഓൾസോ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കുറച്ചൊരു അപ്പർ ഹാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എന്നാൽ മാത്രമേ കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ പിടിച്ചപ്പോൾ സിയുടെ എന്നുള്ള റിസൾട്ട് കണ്ടു. പിന്നെ ഞാൻ ഇന്നലെ 20% ഒക്കെയാണ് അവരുടെ ഫൈനലിലെ ക്വാളിഫൈഡ് ബോത്തിന്റെ ക്വാളിഫിക്കേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം നല്ലൊരു റിസൾട്ട് ICM ഒക്കെ ഉണ്ടാവാനുള്ള പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഉണ്ടാകുമെന്ന് സംഭവിക്കുക അറിയോ? ഓരോ 6 മാസം കൂടുമ്പോൾ 3000 3500 കുട്ടികൾ എന്ത് ചെയ്യും, മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ 3500 ക്വാളിഫൈഡ് ആയിട്ടില്ലേ, 3500 ക്വാളിഫൈഡ് ഉള്ള ആൾക്കാർ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പറഞ്ഞിരിക്കണ CMA-കാരോട് മാത്രമൊന്നല്ല. ഫൈനാൻഷ്യൽ ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ ACCS ഉണ്ട്, CIMS ഉണ്ട്, CPS ഉണ്ട്, പിന്നെ നമ്മുടെ CA ഉണ്ട്, CS അങ്ങനെ അത്ര വരില്ല. പിന്നെ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന MBA-കാരുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യണം, കോമ്പീറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ടേ നമുക്ക് നല്ലൊരു പൊസിഷൻ സെക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ കോമ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബുക്ക് നോളജ് മാത്രം പോരാ. കുറേ ഫൈനൽ പാസ്സായ ആൾക്കാരൊക്കെ ഉണ്ട്, ജസ്റ്റ് തിയറി ഒക്കെ അറിയാം, പക്ഷെ അവരോട് നാളെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു കമ്പനിയുടെ ബീറ്റ എത്രയാ അല്ലെങ്കിൽ ഒരു റിസ്ക് എത്രയാന്ന് ചോദിച്ചാൽ അറിയാത്ത ആൾക്കാർ. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കുമ്പോൾ ഇൻഡെപ്ത് തന്നെ പഠിക്കുക.
ബിയോണ്ട് ദ ബുക്സ് ഓൾസോ പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റൂ. ആൻഡ് ഇന്ന് നമ്മൾ ഇവിടെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം നമ്മൾ സ്റ്റാർട്ടിംഗ് ഡേ അല്ലേ, ഇങ്ങനെ എടുത്തടിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടം പോലെ ടൈം ഉണ്ട്. പക്ഷെ വരുന്ന ഡേയ്സിലുണ്ടാകുന്ന ക്ലാസ്സുകൾ എന്ത് ചെയ്യാം, പരമാവധി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടോ? ആകണുണ്ടോ? പൊരുള് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ബ്രഹ്മതേജസ് പറയൂ, പറയടാ. സംസാരിച്ചോ? മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചു. ഞാൻ ഭീകര രൂപം ഒന്നല്ലട്ടാ, നിങ്ങളിപ്പോ ചെറിയക്കനാ. സെറ്റാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? റൈറ്റ്, പെർഫെക്റ്റ്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടിയിട്ട് വായോ. രക്ഷപ്പെടുന്നുണ്ട്, രക്ഷപ്പെടട്ടെ. ഞാൻ പറഞ്ഞു ലൈഫ് സെറ്റ് ആണ്. രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, പാസ്സായി കഴിഞ്ഞാൽ, നല്ലൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളും രക്ഷപ്പെടും, നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും. സുഖമായിട്ട് ജീവിക്കാം, വലിയ പ്രശ്നങ്ങളൊന്നും ടെൻഷനൊന്നും ഇല്ല. നല്ല രസമാണ്. ടീച്ചിങ്ങിനൊക്കെ ഇറങ്ങിയാൽ മതി. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് നാളെ കാണാം. ബൈ, താങ്ക് യു.